ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഡിമാൻഡ് എന്താണ് ഡിമാൻഡ് ഫംഗ്ഷൻ, ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഗൂഡ്സ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഗൂഡ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ ഒരു ലീനിയർ ഡിമാൻഡ് കർവ്, ലോ ഓഫ് ഡിമാൻഡ് എന്നിവ നമ്മൾ കണ്ടു. ഇപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ എ ഗുഡ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ടു പേ ആൻഡ് വില്ലിങ്നെസ് ഫോർ ഇറ്റ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ആഗ്രഹവും സന്നദ്ധതയും അത് മേടിക്കാനുള്ള കഴിവും ചേർന്നതിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ പിന്നെ നമ്മൾ കണ്ടത് ആ ഒരു വസ്തുവിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ള. ഒരു വസ്തുവിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ ഫാക്ടേഴ്സ് ദോസ് അഫക്ട് ഡിമാൻഡ് എന്ന് പറയുന്നത്, ഒന്ന് ഇറ്റ്സ് ഓൺ പ്രൈസ്. ഒരു വസ്തുവിൻ്റെ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇറ്റ്സെൽഫ് ആണ് ആ വസ്തുവിൻ്റെ ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇഫ് അതർ തിങ്സ് റിമെയിൻ ദ സെയിം, ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ലീഡ്സ് ടു എ fall in its demand and vice versa. മറ്റ് ഘടകങ്ങളിൽ മാറ്റമില്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് കുറയുകയും വില കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുകയും ചെയ്യും. ഇപ്പം സ്വാഭാവികമായിട്ട് ഒരു വസ്തുവിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ വില തന്നെയാണ്. ഇപ്പം രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ വിലകളാണ്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ടുകളും കോംപ്ലിമെൻറ്റ്സും. ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ ചോദനത്തെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സാണ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് രണ്ട് രീതിയിലുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ടുകളും കോംപ്ലിമെൻ്ററി ഗുഡ്സും ഉണ്ട്. നമ്മൾ കണ്ട കാര്യം, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നെ ഒരു കൺസ്യൂമറുടെ ഇൻകം ഇറ്റ് സെൽഫാണ്. ഒരു കൺസ്യൂമറുടെ വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ ഡിമാൻഡ് കൂടിയും വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുകയും ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞ കാര്യം. അപ്പോൾ അതുപോലെ കൺസ്യൂമറുടെ അഭിരുചികൾ, വിലയിലൊന്നും മാറ്റമില്ലാണ്ട് ഒരു കൺസ്യൂമേഴ്സിന് ചില വസ്തുക്കളോട്, ചില കമ്മോഡിറ്റീസിനോട് താല്പര്യം കൂടുതൽ തോന്നുവാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് സ്വാഭാവികമായിട്ടും വർദ്ധിച്ചേക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസി, പോപ്പുലേഷൻ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏതാനും ചില ഫാക്ടേഴ്സ് മാത്രമേ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുള്ളൂ. പിന്നീട് നമ്മൾ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും ഡിമാൻഡും തമ്മിലുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ബന്ധം എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതി. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് ഓൺ പ്രൈസ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഇൻകം ആൻഡ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് എന്നുള്ള നമ്മളൊരു ഫംഗ്ഷണൽ ഫോമിൽ എഴുതി. പിന്നീട് നമ്മൾ കണ്ട കാര്യം എന്താണ്, ഒരു വസ്തുവിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായ വിലയും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അതിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഇൻകവും ടേസ്റ്റും റിലേറ്റഡ് ഗുഡ്സിൻ്റെ വിലയും ഒക്കെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, അതിനൊന്നും മാറ്റമില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ഒന്നും ഒരു വസ്തുവിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഒരു വസ്തുവിൻ്റെ വിലയും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും നമ്മൾ കണ്ടു. അതായത് ക്യൂ ഡി ഈസിക്കൽ ടു, അല്ലെ ക്യൂ ഡി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് ഓൺ പ്രൈസ്, ക്യൂ ഡി ഈസിക്കൽ ടു എഫ് ഇൻ ടു പി എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ കണ്ടു. അതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പറയുന്ന മറ്റ് ഘടകങ്ങളിൽ മാറ്റമില്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് കുറയും, വില കുറഞ്ഞാൽ ഡിമാൻഡ് കൂടുകയും ചെയ്യും. ഓർ ദർ ഈസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് നോൺ ആസ് ലോ ഓഫ് ഡിമാൻഡ്, അല്ലെ ചോദന നിയമം എന്ന് പറയും. മറ്റ് ഘടകങ്ങളിൽ മാറ്റമില്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ വിലയും അതിൻ്റെ ഡിമാൻഡും തമ്മിൽ വിപരീത അനുപാതത്തിൽ ബന്ധപ്പെട്ടിരിക്കുമെന്നാണ് ചോദന നിയമം പറയുന്നത്. അതായത് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യും. നോർമൽ ഗുഡ്സ് ആണെങ്കിൽ. അപ്പോൾ അതിനാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതും കണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ കണ്ടത് ലോ ഓഫ് ഡിമാൻഡ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു ലീനിയർ ഡിമാൻഡ് കർവിനെ നമുക്ക് എങ്ങനെ ഡിമാൻഡ് ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റും, എങ്ങനെ ഡിമാൻഡ് കർവ് വരയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യം കണ്ടിരുന്നു, അല്ലേ? നിങ്ങളുടെ അത് എഴുതി അയക്കാൻ പറഞ്ഞിരുന്നു. കുറേ ആൾക്കാർ എഴുതി അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആക്ടിവിറ്റികൾ ചെയ്ത് കൃത്യമായിട്ട് അയക്കുന്നവരുണ്ട് കുറേ ആൾക്കാർ. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടല്ല 1-2 ആഴ്ചയായിട്ട് നമ്മൾ പറയുന്ന ആക്ടിവിറ്റികളുടെ കൃത്യമായിട്ട് എനിക്ക് എത്തിച്ചേരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായ ആക്ടിവിറ്റികൾ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുന്നില്ല എല്ലാവരും തന്നെ. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എനിക്കും നിങ്ങൾക്കും. പറയുന്ന വർക്കുകൾ അപ്പം ആ സമയം തന്നെ, അല്ലെങ്കിൽ ആ സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്ത് അയച്ചു തരണം. നമ്മൾ ചെറിയ ചെറിയ സെക്ഷനൊക്കെ അപ്പോൾ പറയുന്നുള്ളൂ കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിൻ്റെ ബാക്കിയായിരിക്കും ഇന്നത്തെ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്ത ശേഷം നമ്മളൊരു ആക്ടിവിറ്റി തരുന്നു. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്നറിയാൻ വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റി തരുന്നത്. അപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ക്ലാസ് കണ്ട ശേഷം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആക്ടിവിറ്റികൾ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരണം. ഞാൻ എപ്പോഴും ഇങ്ങനെ പുറകെ നിൽക്കില്ല.
അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി ആക്ടിവിറ്റി തരുന്നത്. നിങ്ങൾ ആ ആക്ടിവിറ്റികൾ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തന്നാൽ മാത്രമേ എനിക്ക് അടുത്ത സെഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ അർത്ഥമില്ല അതിനകത്ത്. എന്തായാലും ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഈ പറയുന്ന വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ചെയ്തില്ലെങ്കിൽ എങ്കിലും ജയിക്കുകയുള്ളൂ. വെറുതെ ജയിച്ച് പോകാമെന്ന് അഡ്മിഷൻ കിട്ടുമെന്ന് ഈ കരുതിയേക്കല്ലേ. വലിയ പ്രയാസമാണ് ഈ വർഷം. കഴിഞ്ഞ വർഷം ഈ വർഷം പ്രധാനമായിട്ടും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജുകളിൽ പണ്ടൊക്കെ കേരളത്തിന് പുറത്തെ കോളേജുകളിലേക്ക് വിദ്യാർത്ഥികൾ ധാരാളമായി പോയിരുന്നു ഡിഗ്രി കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ വർഷമൊക്കെ അത് വളരെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ കോളേജുകളിലൊക്കെ അത്യാവശ്യം നല്ല കോളേജുകളിലൊക്കെ ഭയങ്കര കോമ്പറ്റീഷനാണ്. 90 അല്ലെങ്കിൽ 80 എബോവ്, ഏറ്റവും മിനിമം 80, 85 ചില വിഷയങ്ങൾക്കൊക്കെ 93, 94 ഒക്കെ ആണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. സിംഗിൾ വിൻഡോ സിസ്റ്റമാണ്. ജയിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. ഈ പറയുന്ന 90 എബോവോ അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടിയാൽ മാത്രമേ നല്ല കോളേജ് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. കേരളത്തിന് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ ആ സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അവർ കേരളത്തിൽ നിൽക്കുകയാണ്. അത് കോമ്പറ്റീഷൻ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, പറയുന്ന കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വലിയ ബുദ്ധിമുട്ടിലേക്കായിരിക്കും പോകുക. ആരും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവുകയില്ല, ആരും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് വളരെ ചുരുക്കം ക്ലാസ്സുകൾ എടുക്കുന്നുള്ളൂ. അത് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. പിന്നീട് ഞങ്ങൾക്കൊന്നും സഹായിക്കാൻ പറ്റില്ല, ആർക്കും ആരെ സഹായിക്കാൻ പറ്റില്ല. അത്രയും പറയുന്നുള്ളൂ. കൂടുതൽ വേറെ കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡിമാൻഡ് ഫംഗ്ഷനെ ഇത് എങ്ങനെയാണ് QD = A - B × P എന്നുള്ളത് ഡിമാൻഡ് ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡയഗ്രാം വരയ്ക്കുവാൻ വേണ്ടിയിട്ട്, ഡിമാൻഡ് കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷണൽ ഫോമിൽ എഴുതിയിരിക്കുക. QD = A - B × P. A എന്നുള്ളത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. -B എന്നുള്ളത് ഡിമാൻഡ് കർവിൻ്റെ ചരിവ്. -Bയുടെ സ്ഥാനത്ത് ചിലപ്പോൾ 2 ആയിരിക്കും, ചിലപ്പോൾ 4 ആയിരിക്കും. അത് കാണിക്കുന്നത് എന്താണ്? വില 1 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് എത്ര കൂടും എന്നുള്ളതാണ് -B കാണിക്കുന്നത്. ഇപ്പോൾ വില 1 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് 2 കിലോ കൂടുമെന്നുണ്ടെങ്കിൽ -Bയുടെ സ്ഥാനത്ത് -2 ആയിരിക്കും. വില 1 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് 4 കിലോ കൂടുമെന്നുണ്ടെങ്കിൽ -Bയുടെ സ്ഥാനത്ത് -4 ആയിരിക്കും. അപ്പോൾ -B × P എന്നുള്ളതാണ് നമ്മുടെ ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതിനകത്ത് A എന്നുള്ളത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. B അല്ലെങ്കിൽ -B എന്നുള്ളത് സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവും P പ്രൈസുമാണ്. തിയററ്റിക്കലി അങ്ങനെയാണ് പറയുന്നത്. അതേസമയം ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ എന്ത് ചെയ്യണം? A/B കാണണം. അതായിരിക്കും ശരിക്കുമുള്ള ഡയഗ്രാം വരയ്ക്കുമ്പോഴുള്ള വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ അതൊക്കെ മാത്തമാറ്റിക്കലായിട്ടും ഡയഗ്രാം വരയ്ക്കുന്ന ചില കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിരിക്കുന്നത്. A/B ആണ് ഡയഗ്രാം വരയ്ക്കുമ്പോഴുള്ള വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. നമ്മൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് A എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പോൾ അതുവരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡിമാൻഡിനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെ ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലോ ഓഫ് ഡിമാൻഡിനകത്ത് ഒരു ഡയഗ്രാം വരച്ചു. അത് പറഞ്ഞ എന്താണ്? പ്രൈസ് വർദ്ധിച്ചാൽ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് വർദ്ധിക്കും എന്നുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി എന്നുള്ളതാണ്. ഇനി നമ്മൾ ആ ഡിമാൻഡ് കർവിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കാണാൻ പോകുന്നത്. അപ്പോൾ ആ ഡിമാൻഡ് കർവ് എങ്ങനെ വരയ്ക്കും എന്നുള്ളത് നമ്മൾ അവസാനം പറഞ്ഞായിരുന്നു അല്ലേ. പിയുടെ സ്ഥാനത്ത് QD = A - B × P. പിയുടെ സ്ഥാനത്ത് 0 മുതലുള്ള പ്രൈസുകൾ കൊടുത്തു നോക്കുക. അപ്പം നമുക്ക് അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴാണോ QD എന്ന് പറയുന്ന 0 ലഭിക്കുന്നത് അതുവരെയായിരിക്കും അതുവരെ നമ്മൾ ആ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുക, ബജറ്റ് ലൈൻ പോലെ തന്നെ. അപ്പം നമുക്ക് എന്താണ്? പിയും കിട്ടും, QDയും കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിമാൻഡ് കർവ് വരയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ, അല്ലെങ്കിൽ ഈ സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡിമാൻഡ് കർവിനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ള കാര്യമാണ്. അതുപോലെ എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് താഴേക്ക് ചരിഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം നമുക്കതിലേക്ക് കടക്കാം. Why do demand increases when price decreases? ഇവിടെ ഒരു ഡിമാൻഡ് കർവ് നമുക്ക് തന്നിട്ടുണ്ട്. അത് കാണിക്കുന്നത് എന്താണ്? പ്രൈസ് 10 ആയിരുന്നപ്പം when the price was 10, അപ്പോൾ Y എന്നാണ് കൊടുത്തിട്ടുള്ളത്.
അവിടെ ലെഫ്റ്റ് സൈഡിൽ വൈ എന്നുള്ള കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് പ്രൈസാണ് മെഷർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓൺ ദ വെർട്ടിക്കൽ ആക്സിസ് വി മെഷർ പ്രൈസ് ആൻഡ് ഓൺ ദ horizontal axis we measure quantity demand of a commodity. When the price is rupees 10, its quantity demand is 50. And when the price decreases from 10 to 8, quantity demand increases from 50 to 60. അങ്ങനെ നോക്കുക. അങ്ങനെ 10, 8, 6, 4, 2. ഓക്കെ, പ്രൈസ് അങ്ങനെ 10-ൽ നിന്നും താഴേക്ക് ഡിക്ലൈൻ ചെയ്തിട്ട് 2 ആയിട്ട് 2-ലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് മാറ്റമാണ് സംഭവിക്കുക? അപ്പോൾ നമുക്കിവിടെ കാണാം, പ്രൈസ് കുറയുന്നതനുസരിച്ച് പ്രൈസ് 10 ആയിരുന്നപ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് വാസ് 50 ആൻഡ് വെൻ ദ പ്രൈസ് ഡിക്രീസ്ഡ് ടു 8 ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ്ഡ് ടു 60. അപ്പോൾ പ്രൈസ് കുറഞ്ഞപ്പം ഡിമാൻഡ് കൂടി എന്നുള്ളതാണ് കാണിക്കുന്നത്. പ്രൈസ് ഈ അളവ് കുറഞ്ഞപ്പോഴത്തേക്കും 10-ൽ നിന്ന് 8 കുറഞ്ഞപ്പോൾ ഡിമാൻഡ് 50-ൽ നിന്നും 60 കൂടി എന്നുള്ളത്. പിന്നെ 8-ൽ നിന്നും 6 പ്രൈസ് വീണ്ടും കുറയുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഡിമാൻഡ് 70 കൂടി എന്നുള്ളതാണ്. ഓക്കെ, പിന്നെയും പ്രൈസ് 4 കുറഞ്ഞു, ഡിമാൻഡ് 80 കൂടുന്നു. പിന്നെയും പ്രൈസ് കുറയുന്നു, 6 4 2 കുറയുന്നു. അതനുസരിച്ച് ഡിമാൻഡിനകത്ത് വർധന ഉണ്ടാകുന്നുള്ളതാണ്. പ്രൈസ് കുറയുന്നതനുസരിച്ച് ഡിമാൻഡിനകത്ത് വലിയ വർധന ഉണ്ടാകുന്നതാണ് ഈ ഡയഗ്രം കാണിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ പ്രൈസ് 10-ൽ നിന്ന് 8 കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു. അല്ലെങ്കിൽ പ്രൈസ് കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു. രണ്ട് രീതിയിൽ ഇതിനെ ഈ ഡയഗ്രം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസ് കുറയുമ്പം ഡിമാൻഡ് വർദ്ധിക്കുന്നു, പ്രൈസ് കൂടുമ്പം ഡിമാൻഡ് കുറയുന്നു. നേരെ ഓപ്പോസിറ്റ് ആകാം, രണ്ട് രീതിയിലും ആവാം. പ്രൈസ് കൂടുമ്പം ഡിമാൻഡ് കുറയുന്നതാവാം, പ്രൈസ് കുറയുമ്പം ഡിമാൻഡ് കൂടുന്നതാവാം. അപ്പം എന്തായാലും നമുക്കിവിടെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് കാണാൻ പറ്റും. അതായത് നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് കുറയുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുന്നു, അല്ലേ? പ്രൈസ് കുറയുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് വർദ്ധിക്കുന്നുള്ളതാണ്. പ്രൈസ് കുറയുന്നു, ക്യൂഡി വർദ്ധിക്കുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ബന്ധം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച പോലെ പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ പഠിച്ചു. ഇതൊരു നെഗറ്റീവ് കോറിലേഷനാണ്. ഇതൊരു നെഗറ്റീവ് കോറിലേഷൻ്റെ എക്സാമ്പിളാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇത് രണ്ടും മൂവ് ചെയ്യുന്നത്. വില കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു, അല്ലെങ്കിൽ വില കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ചില ചോദന നിയമം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ലെ, എന്തുകൊണ്ടാണ് ആൾക്കാർ വില കുറയുന്ന വസ്തുക്കൾ കൂടുതലായിട്ട് മേടിക്കാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വൈ ഡു ഡിമാൻഡ് ഇൻക്രീസസ് വെൻ പ്രൈസ് ഡിക്രീസസ്? വില കുറയുമ്പോൾ എന്തുകൊണ്ടാണ് ഡിമാൻഡ് കൂടുന്നത് എന്നുള്ളത്. അപ്പം അതിന് എക്കണോമിക്സിൽ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ട് പ്രൈസ് ഇഫക്റ്റ് ആണെന്നുള്ളതാണ്. വില കുറയുമ്പോഴത്തേക്ക് ഡിമാൻഡ് കൂടുന്നതിനെ നമ്മൾ പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയും. പ്രൈസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഈസ് നെഗറ്റീവ്. വെൻ ദ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ് ആൻഡ് വെൻ പ്രൈസ് ഡിക്രീസസ് ഡിമാൻഡ് ഇൻക്രീസസ്. ദിസ് ഈസ് പ്രൈസ് ഇഫക്റ്റ്. അതായത് വില കുറയുമ്പോഴത്തേക്കും ഡിമാൻഡിനകത്തുണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ വില പ്രഭാവം അഥവാ പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, അല്ലെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, രണ്ടും ആവും കേട്ടോ. അപ്പം നമ്മളിവിടെ പ്രധാനമായിട്ടും പറയുന്നത് വില കുറയുമ്പോൾ ഡിമാൻഡിനകത്തുണ്ടാകുന്ന വർധന ഒരു എക്സാമ്പിളായിട്ട്. അപ്പോൾ അതിനെയാണ് പ്രൈസ് ഇഫക്റ്റ്. അപ്പോൾ വില പ്രഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? വില കുറയുമ്പം ഡിമാൻഡിനകത്തുണ്ടാകുന്ന വർധനമാണ് പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വില കുറയുമ്പം ഡിമാൻഡ് കൂടുന്നു, അതിന് കാരണം വില പ്രഭാവമാണ്. ഇനി വിലപ്രഭാവം ഉണ്ടാകാനുള്ള കാരണമോ? ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ടു ഫാക്ടേഴ്സ്, ഇൻകം എഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. അതായത് വില പ്രഭാവം അഥവാ പ്രൈസ് എഫക്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഒന്ന് ചേർന്നിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടാനുള്ള കാരണം പ്രൈസ് എഫക്റ്റ് ആണ്. പ്രൈസ് എഫക്റ്റ് ഉണ്ടാകുന്ന അല്ലെ പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്, ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും. അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി കാണുന്നത്. ഇൻകം എഫക്റ്റ് എന്താണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്.
വെൻ പ്രൈസ് ഓഫ് ഗുഡ് വൺ ഡിക്രീസസ് ദ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് മോർ യൂണിറ്റ്സ് ഓഫ് ദ ഗുഡ് ഓർ ദ സെയിം ക്വാണ്ടിറ്റി വിത്ത് ലെസ് ഇൻകം. ഇൻക്രീസ് ഇൻ റിയൽ ഇൻകം. അതായത് ഇൻകം എഫക്റ്റ് പറയുന്ന ഇതാണ്, ഒന്നാമത്തെ വസ്തുവിൻ്റെ വില. ഇപ്പോൾ ബജറ്റ് ലൈൻ വരച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നല്ലേ, ഒരു ബജറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു, ഒന്നാമത്തെ വസ്തുവിൻ്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ അത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അതിന് കാരണം എന്താണെന്നാണ് പറഞ്ഞത്? ഒന്നാമത്തെ വസ്തുവിൻ്റെ വില കുറഞ്ഞാൽ വില കുറഞ്ഞ വസ്തു നമുക്ക് കൂടുതൽ മേടിക്കാൻ പറ്റും എന്നുള്ളതാണ്. വില കുറഞ്ഞ വസ്തു കൂടുതൽ മേടിക്കാൻ എന്തുകൊണ്ടാണ് പറ്റുന്നത്? അതിൻ്റെ വില കുറഞ്ഞു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു ചായയുടെ വില 10 രൂപയാണ് എന്ന് കരുതുക. ചായയുടെ വില 10 നിന്നും 5 രൂപയായിട്ട് കുറയുന്നു. അപ്പം ചായയുടെ വില 10 നിന്നും 5 രൂപയായിട്ട് കുറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? സ്ഥിരം ഒരു ചായ കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ എന്ത് ചെയ്യുക? അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ചായ കഴിക്കാൻ പറ്റും. എല്ലാ ദിവസവും ഓരോ ചായ വീതം കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഹോട്ടലിൽ ചെന്ന് കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെ സംബന്ധിച്ച് 10 രൂപയ്ക്ക് ഇപ്പോൾ 2 ചായ കഴിക്കാൻ പറ്റും. അപ്പോൾ അയാൾ 10 രൂപയും ചിലവാക്കുന്നത് കരുതുക, അയാൾക്ക് ഒരു ദിവസം അപ്പോൾ 2 ചായ കഴിക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ വസ്തു അഥവാ ചായയുടെ വില കുറയുന്നു, ചായയുടെ ഡിമാൻഡ് കൂടുന്നു. ചായയുടെ വില കുറയുമ്പോഴത്തേക്കും ചായയുടെ ഡിമാൻഡ് കൂടാനുള്ള കാരണം പ്രൈസ് എഫക്റ്റ് ആണ്. വില കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു, പ്രൈസ് എഫക്റ്റ്. ഇനി പ്രൈസ് എഫക്റ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ 2 എണ്ണമാണ്: ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും. ഇൻകം എഫക്റ്റ് പറയുന്നത് എന്താണ്? ചായയുടെ വില കുറയുന്നു. ഇപ്പോൾ ചായയുടെ വില കുറയുമ്പോഴത്തേക്കും ഒരു വ്യക്തിയെ സംബന്ധിച്ച് 2 ചായ കഴിക്കാൻ പറ്റും അല്ലേ? ചായയുടെ വില കുറയുന്നതുകൊണ്ട് 2 ചായ കഴിക്കാൻ പറ്റും. അത് ആ ഒരു വ്യക്തിയുടെ വരുമാനം കൂടുന്നതിന് തുല്യമാണ്, റിയൽ ഇൻകത്തിനകത്തുണ്ടാകുന്ന വർധനവിന് തുല്യമാണ് എന്നാണ് ഇൻകം എഫക്റ്റ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ 10 രൂപയ്ക്ക് ഒരു ചായ മേടിച്ചിരുന്ന വ്യക്തിയെ സംബന്ധിച്ച് 10 രൂപയ്ക്ക് ഇപ്പം 2 ചായ മേടിക്കാൻ പറ്റുന്നു. കാരണം ചായയുടെ വില 5 ആയിട്ട് കുറഞ്ഞു എന്നുള്ള. വില കുറഞ്ഞില്ലായിരുന്നെങ്കിലോ 2 ചായ കഴിക്കണമെന്നുണ്ട് എത്ര രൂപ കൊടുക്കണമായിരുന്നു? 20 രൂപ കൊടുക്കണമായിരുന്നു അല്ലേ? അപ്പം 2 ചായ മേടിക്കാൻ നേരത്തെയാണ് 20 രൂപ കൊടുക്കണമായിരുന്നു. ഇപ്പം 2 ചായ അദ്ദേഹം കഴിക്കുന്നുണ്ട്, എത്ര രൂപയ്ക്കാണ്? വെറും 10 രൂപയ്ക്ക്, നേരത്തെ അതേ വിലയ്ക്കാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം 10 രൂപയ്ക്ക് 2 ചായ കഴിക്കാൻ പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിച്ചു? വില കുറഞ്ഞുകൊണ്ടാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വരുമാനം 10 നിന്ന് 20 ആയിട്ട് കൂടിയതിന് തുല്യമായിട്ട് ആണ് ഇവിടെ എഫക്റ്റ് വന്നിട്ടുള്ളത്. ആശയം പിടികിട്ടിയോ? ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ വില കുറയുന്നു എന്നുള്ളത് കൊണ്ട് ആ വസ്തു കൂടുതൽ ഒരാൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നു. ഒന്നെങ്കിൽ 2 ചായ കഴിക്കാൻ പറ്റുന്നു പഴയ വിലയ്ക്ക് തന്നെ. നേരത്തെ 2 ചായ കഴിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ മുടക്കണമായിരുന്നു? 20 രൂപ മുടക്കണമായിരുന്നു. ഇപ്പോഴോ വെറും 10 രൂപ, പഴയ അതേ എമൗണ്ട് മുടക്കിയാൽ മതി, കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇപ്പോൾ 2 ചായ കഴിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ വരുമാനം 10 നിന്ന് 20 ആയിട്ട് കൂടിയതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. നേരത്തെ 20 രൂപ വേണമായിരുന്നല്ലോ 2 ചായ കഴിക്കാൻ, ഇപ്പോൾ 10 രൂപ മതി. അതെന്തുകൊണ്ടാണ്? വില കുറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് വില കുറയുന്നത് വരുമാനം വർദ്ധിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അതിനെ ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സാധനങ്ങളുടെ വില കുറയുമ്പം ആ വസ്തു ഒന്നെങ്കിൽ കൂടുതൽ മേടിക്കാം, വേണേൽ 2 ചായ മേടിക്കാം, അല്ലെങ്കിൽ നേരത്തെ കഴിച്ച ഒരു ചായ തന്നെ 5 രൂപയ്ക്കും കഴിക്കാം. അതെവിടെ പറഞ്ഞു? വെൻ പ്രൈസ് ഓഫ് ഗുഡ് വൺ ഡിക്രീസസ് ദ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് മോർ യൂണിറ്റ്സ് ഓഫ് ദ ഗുഡ്. 2 ചായ വേണമെങ്കിൽ കഴിക്കാം സെയിം പ്രൈസിന്, 10 രൂപയ്ക്ക് തന്നെ. ഓർ ദ സെയിം ക്വാണ്ടിറ്റി വിത്ത് ലെസ് ഇൻകം. നേരത്തെ കഴിച്ച പോലെ ഒരു ചായ തന്നെ കുറച്ച് വരുമാനം വെച്ച് 5 രൂപ മാത്രം മുടക്കിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇൻകം എഫക്റ്റ് പറയുന്നത് ഇത്രേ ഉള്ളൂ: ഒരു സാധനത്തിൻ്റെ വില കുറയുന്നത് ഒരാളുടെ വരുമാനം കൂടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അയാൾക്ക് കൂടുതൽ മേടിക്കാൻ പറ്റുന്ന. വില കുറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ മേടിക്കാൻ പറ്റും. അത് വില കുറയുന്നു എന്നുള്ളത് ഒരാളുടെ യഥാർത്ഥ വരുമാനം കൂടുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് വരുമാനം കൂടിയാൽ ആൾക്കാർ എന്ത് ചെയ്യും? സാധനങ്ങൾ കൂടുതൽ മേടിക്കും. ഇവിടെ വില കുറയുന്നു, അപ്പോൾ അതുകൊണ്ട് ആൾക്കാരുടെ യഥാർത്ഥ വരുമാനം കൂടുതലായിട്ട് അവർക്കൊരു ഫീലിങ്സ് ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും? വില കുറഞ്ഞ വസ്തു അവർ കൂടുതൽ മേടിക്കുന്നുള്ളൂ. ആശയം പിടികിട്ടി കാണുന്നു വരുന്നു. ഇനി ഞാൻ പറയുന്നില്ല. ഓക്കെ. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് പറയുന്നത് എന്താണ്? വെൻ ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ ഡിക്രീസസ് വിച്ച് ബിക്കംസ് ചീപ്പർ ആൻഡ് അട്രാക്റ്റീവ് ദാൻ ദ അതർ ഗുഡ് ആൻഡ് ദസ് ദ കൺസ്യൂമർ ബൈസ് മോർ യൂണിറ്റ്സ് ഓഫ് ഗുഡ് വൺ. അതായത് വില കുറയുന്ന വസ്തു വിലയിൽ മാറ്റമില്ലാത്ത വസ്തുവിനെ അപേക്ഷിച്ച് കൂടുതൽ ചീപ്പും അട്രാക്റ്റീവുമായിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചായയുടെ വില 10 നിന്ന് 5 രൂപയായിട്ട് കുറയുക. കോഫിയുടെ വില ചിലപ്പോൾ 10 തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ 15 ആയിരിക്കാം. അപ്പോൾ ചായയുടെ വില കുറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഫീലിങ്സ് എന്താണ്?
ചായ കൂടുതൽ വില കുറഞ്ഞ വസ്തു വില കൂടി അല്ലെ വിലയിൽ മാറ്റമില്ലാത്ത വസ്തുവിനെ അപേക്ഷിച്ച് കൂടുതൽ നമുക്ക് താല്പര്യം തോന്നും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ മേടിക്കും. അതുപോലെ കോഫി കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ചായയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ചായ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ എന്ത് ചെയ്യും? കൂടുതൽ ചായ ചിലപ്പോൾ കഴിച്ചേക്കാം. അപ്പോൾ വില കുറഞ്ഞ വസ്തു വിലയിൽ മാറ്റമില്ലാത്ത വസ്തുവിനേക്കാളും കൂടുതൽ അട്രാക്റ്റീവായിട്ട് ചീപ്പായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് വില കുറഞ്ഞ വസ്തുക്കൾ ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നുള്ള. വില കൂടിയ വസ്തു അല്ലെ വിലയിൽ മാറ്റമില്ലാത്ത വസ്തുവിനെ അപേക്ഷിച്ച് വില കുറഞ്ഞ വസ്തു കൂടുതൽ അട്രാക്റ്റീവായിട്ട് മാറുന്നു. അത് ആൾക്കാർ കൂടുതലും മേടിക്കുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഇൻകം എഫക്റ്റോ? ഒരു വസ്തുവിന് വില കുറയുന്നു എന്നുള്ളത് ആൾക്കാരുടെ യഥാർത്ഥ വരുമാനം വർദ്ധിക്കുന്നതിന് തുല്യമാണ്, അല്ലെ അങ്ങനെ ഫീൽ ചെയ്യും. അതുകൊണ്ട് അത് കൂടുതൽ മേടിക്കാൻ പറ്റുന്നു എന്നുള്ളത്. അങ്ങനെ ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും കൂടെ ഒത്തുചേർന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? പ്രൈസ് എഫക്റ്റ് സംഭവിക്കുന്നത്. അതായത് പ്രൈസ് എഫക്റ്റിനെ നമുക്കിങ്ങനെ പറയാം, അല്ലെങ്കിൽ എന്താണ്, പ്രൈസ് എഫക്റ്റ് ഈസ് ഈക്വൽ ടു ഇൻകം എഫക്റ്റ് പ്ലസ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയാം. പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻകം എഫക്റ്റിൻ്റെയും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൻ്റെയും ഒരു ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്നുള്ളതാണ്. അല്ലെ പ്രൈസ് എഫക്റ്റിന് കാരണം തന്നെ ഇൻകം എഫക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞതാണ് പ്രൈസ് എഫക്റ്റ് ക്യാൻ ബി ഡീകമ്പോസ്ഡ് ഇൻ ടു ഇൻകം എഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സ്ലാറ്റ്സ്കിയുടെ ഹിഗ്സിൻ്റെ ഡയഗ്രാംസ് ഉണ്ട്. അത് നമുക്ക് പഠിക്കേണ്ടാത്തതാണ്. അതുകൊണ്ട് ആ പോർഷൻ നമ്മൾ ഇവിടെ എടുത്തിട്ടില്ല. അത് എക്സാമിന് ചോദിക്കുന്ന അല്ല. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ കാണാം. ഇത് വിശദീകരിക്കുന്ന കുറേ ഡയഗ്രാംസ് ഉണ്ട്. അതൊന്നും നമുക്ക് പഠിക്കേണ്ട ഡയഗ്രാംസ് ഒന്നും അല്ല. അപ്പോൾ നോക്കുക, ഒരു വസ്തുവിൻ്റെ വില കുറയുമ്പോഴത്തേക്കും അതിൻ്റെ ഡിമാൻഡ് കൂടുന്നു. അതിന് കാരണം പ്രൈസ് എഫക്റ്റ് ആണ്. ഈ പ്രൈസ് എഫക്റ്റിന് കാരണമോ ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു ഡിമാൻഡ് കർവ് വരച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് പ്രകാരമുള്ള ഡിമാൻഡ് കർവ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ക്യൂ ഡി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പി, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് ഓൺ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് എന്നുള്ളത് നമ്മളിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പറയാൻ വേണ്ടിയിട്ട് പ്രൈസ് മാത്രം എടുത്തിരിക്കുകയാണ്. ഇൻകം കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ വിലയെ ആശ്രയിച്ചിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിരിക്കുക ഇവിടെ. അല്ലെങ്കിൽ ഇത് ലോ ഓഫ് ഡിമാൻഡ് ഒരു ഡയഗ്രാം എന്ന് കരുതിക്കോ. ലോ ഓഫ് ഡിമാൻഡ് ഒരു ഡയഗ്രാമാണ്. ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം പ്രൈസ് മാത്രമാണ് എന്നുള്ളത് കരുതിയിരിക്കുന്നത്. ഈ ഫർദർ തിങ്സ് റിമെയിൻ ദ സെയിം, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് നെഗറ്റീവ്ലി റിലേറ്റഡ് അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതാണ് ലോ ഓഫ് ഡിമാൻഡ്. ഇവിടെ നോക്കുക, ഈ ഡയഗ്രത്തിൽ വില 4 ആയിട്ടിരിക്കുമ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഓക്കെ, വില 4 ആയിരിക്കുമ്പോഴത്തേക്കും ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 80 ആണ്, 80 ആണ്. പ്രൈസ് 3 ആയിട്ട് കുറയുമ്പോഴത്തേക്കും ഡിമാൻഡ് 90 ആയിട്ട് കൂടുന്നു. പ്രൈസ് 2 ആയിട്ട് കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു എന്നുള്ളത്. അപ്പോൾ പ്രൈസ് കുറയുന്നതനുസരിച്ച് ഇവിടെ നമുക്ക് ഡിമാൻഡിനകത്ത് വർധന ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ പ്രൈസ് കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു, രണ്ടും ആകാം. രണ്ട് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞത്. പ്രൈസ് 4 ആയിരുന്നപ്പം 80 കിലോ ആയിരുന്നു കൺസ്യൂം ചെയ്തിരുന്നത്. പ്രൈസ് 3 ആയിട്ട് 2 ആയിട്ടും കുറയുന്നതനുസരിച്ച് ഡിമാൻഡിനകത്ത് 90ലേക്കും 100ലേക്കും വർധന ഉണ്ടാകുന്നു. നമുക്കത് മനസ്സിലായി. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിന് കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു കാരണങ്ങൾ? പ്രൈസ് ഇഫക്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. പ്രൈസ് കുറയുമ്പോഴത്തേക്കും ഡിമാൻഡ് കൂടുന്നു, പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നു. അതിന് കാരണം ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റാണ് നമ്മൾ പറഞ്ഞു, അല്ലേ? നമ്മൾ പറഞ്ഞ കാര്യം. ഓക്കെ, ഇവിടെ പറയാൻ പോകുന്നത് ഇനി ഇതാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഈ ലോ ഓഫ് ഡിമാൻഡിനകത്ത് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് ഫലമായിട്ട് ഉണ്ടാകുന്ന ഡിമാൻഡ് കർവിനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്നുള്ളത്. ഇനി കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്താണെന്നുള്ളത് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, ഡിമാൻഡിൻ്റെ സങ്കോചം എന്നുള്ളതാണ് അർത്ഥം. ഡിമാൻഡിൻ്റെ സങ്കോചം എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. വില 3 രൂപയായിരുന്നപ്പം ഡിമാൻഡ് 90 രൂപയായിരുന്നു, 90 ആയിരുന്നു. വിലയ്ക്കകത്ത് 3-ൽ നിന്നും 4-ലേക്ക് വിലയിൽ വർധന ഉണ്ടാകുന്നു എന്ന് സങ്കല്പിക്കുക. വില 3 രൂപയായിരുന്നപ്പോൾ 90 കിലോ ആയിരുന്ന ആൾക്കാർ വസ്തു മേടിച്ചുകൊണ്ടിരുന്നത്, ഒരു കമ്മോഡിറ്റി മേടിച്ചുകൊണ്ടിരുന്നത്, വില 4 കൂടിയപ്പോഴത്തേക്കും മേടിച്ചുകൊണ്ടിരുന്ന ആ ഗുഡിൻ്റെ അളവിനകത്ത് കുറവുണ്ടാകുന്നു. 90-ൽ നിന്നും 80 ആയിട്ട് ഡിമാൻഡ് കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രൈസ് കൂടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? ഡിമാൻഡിനകത്ത് കുറവുണ്ടാകുന്നു. 90-ൽ നിന്നും 80 ആയിട്ട് കുറയുന്നു, അഥവാ എയിൽ നിന്നും ബിയിലേക്ക് ഡിമാൻഡിനകത്ത് കുറവുണ്ടാകുന്നു. 10 യൂണിറ്റിൻ്റെ കുറവുണ്ടാകുന്നു. പ്രൈസ് 1 രൂപ കൂടിയപ്പോഴത്തേക്കും ഡിമാൻഡ് 10 കിലോയാണ് കുറയുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? പ്രൈസ് കൂടിയപ്പോഴത്തേക്കും ഡിമാൻഡിനകത്തുണ്ടാകുന്ന കുറവിനെയാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നമ്മളവിടെ എഴുതിയിട്ടുണ്ട്, വെൻ പ്രൈസ് റൈസസ് ഫ്രം 3 to 4, ഡിമാൻഡ് ഡിക്രീസസ് ഫ്രം 90 to 80, ആൻഡ് ദസ് an upward movement from A to B along the same demand curve occurs. This is known as contraction of demand. അപ്പോൾ ഡിമാൻഡിനകത്തുണ്ടാകുന്ന സങ്കോചം എന്ന് പറയുന്നത് ഒരേ ഡിമാൻഡ് കർവിൽ കൂടി തന്നെയാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതല്ലാത്ത കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡി എന്നുള്ള ഡിമാൻഡ് കർവ് വരച്ചിട്ടുണ്ട്. ആ ഡിമാൻഡ് കർവിൽ കൂടെ തന്നെയാണ് ഡിമാൻഡിനകത്തുണ്ടാകുന്ന കുറവ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രൈസ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഡിമാൻഡിനകത്തുണ്ടാകുന്ന കുറവിനെയാണ് എന്ത് പറയുന്നത്? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. വില കൂടുമ്പോൾ ഡിമാൻഡിനകത്തുണ്ടാകുന്ന കുറവാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എയിൽ നിന്നും ബിയിലേക്കുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ 90-ൽ നിന്ന് 80-ലേക്കുള്ള ഡിമാൻഡിലെ കുറവാണ് നമ്മൾ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസ് കൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിത് ഇവിടെ സംഭവിക്കുന്നത്. അതുപോലെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ പേര് പോലെ തന്നെ ഡിമാൻഡിൻ്റെ വർധനവെന്നോ വികാസമെന്നോ ഒക്കെ പറയാം. വെൻ പ്രൈസ് ഫോൾസ് ഫ്രം 3 to 2, ഡിമാൻഡ് ഇൻക്രീസസ് ഫ്രം 90 to 100, A to C. ഡിമാൻഡ് പ്രൈസ് 3 ആയിരുന്നപ്പോൾ ഡിമാൻഡ് എത്രയാണ്? 90 ആയിരുന്നു. പ്രൈസ് 3-ൽ നിന്നും 2 കുറഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. 2 കുറയുന്നു. പ്രൈസിൽ 3-ൽ നിന്നും 2 കുറയുന്നു. പ്രൈസ് കുറയുന്നു. ഡിമാൻഡ് 90-ൽ നിന്നും 100 കൂടുന്നു എന്നുള്ള. അപ്പോൾ പ്രൈസ് 1 രൂപ കുറഞ്ഞപ്പോഴത്തേക്കും ഡിമാൻഡിനകത്ത് എത്ര കിലോയുടെ വ്യത്യാസം വർധനമുണ്ടായെന്നുള്ള ഇവിടെ പറയുന്നത് 10 കിലോയുടെ വർധന ഉണ്ടായി. അപ്പോൾ പ്രൈസ് കുറയുന്നു. പ്രൈസ് കുറഞ്ഞപ്പോഴത്തേക്കും ഡിമാൻഡ് കൂടി എന്ന് പറയുന്നത് കൂടി. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്, അല്ലെ ഡിമാൻഡിൻ്റെ വർധനം എന്ന് പറയുന്നത്. അത് എ എന്നുള്ള പോയിന്റിൽ നിന്നും സി എന്നുള്ള പോയിന്റിലേക്ക് ആണ് ആ മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മാറ്റം സംഭവിക്കുന്നത്. 3 രൂപ പ്രൈസ് ആയിരുന്നപ്പോഴത്തേക്കും 90 ആയിരുന്നു ഡിമാൻഡ്. പ്രൈസ് 2 കുറഞ്ഞപ്പോഴത്തേക്കും ഡിമാൻഡ് 100 കൂടി. അപ്പോൾ എ എന്നുള്ള പോയിന്റിലായിരുന്നു നേരത്തെ, അത് സി എന്നുള്ള പോയിന്റിലേക്ക് എത്തി എന്നുള്ള. എയിൽ നിന്ന് സിയിലേക്ക് ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഈ അളവ് വർധന ഉണ്ടാകുന്നു. പ്രൈസ് കുറഞ്ഞു, ഡിമാൻഡ് കൂടുന്നു. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്താണ്? ഈ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡും എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒക്കേഴ്സ് എന്ന് പറയുന്ന ഇതിലെയാണ് അലോങ് ദ സെയിം ഡിമാൻഡ് കർവ്. ഡിമാൻഡിൻ്റെ സങ്കോചം ഉണ്ടാകുന്നത് എയിൽ നിന്നും ബിയിലേക്കാണ്. ഡിമാൻഡിൻ്റെ വികാസം അതുപോലെ ഉണ്ടാകുന്നതും എയിൽ നിന്നും സിയിലേക്കാണ് ഉണ്ടാകുന്നത്. അപ്പം നോക്കി, ഇവിടെ ഒരു ഡിമാൻഡ് കർവിലൂടെ തന്നെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വില കുറയുമ്പോഴത്തേക്കും ഡിമാൻഡ് കൂടുന്നു, വില കൂടുമ്പോഴത്തേക്കും ഡിമാൻഡ് കുറയുന്നു എന്നുള്ള. വില കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു, വില കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുവാണെങ്കിൽ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയും. വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുവാണെങ്കിലോ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിനകത്തുണ്ടാകുന്ന വർധനമാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡിനകത്തുണ്ടാകുന്ന കുറവാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഇത് രണ്ട് സംഭവിക്കുന്നത് എങ്ങനെയാണ്? പ്രൈസിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് കേട്ടോ. പ്രൈസിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണ്. റിലേറ്റഡ് ഗുഡ്സോ ഇൻകം ടേസ്റ്റും പ്രിഫറൻസും ഒന്നും നമ്മളിവിടെ എടുത്തിട്ടില്ല. അതൊക്കെ അതർ തിങ്സ് റിമെയിൻ ദ സെയിം എന്ന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുക, അല്ലെങ്കിൽ സെറ്റേരീസ് പാരിബസ് എന്നുള്ള അസംഷനാണ്. കണ്ടോ, ഒരു ബാർ ഇട്ടിട്ടുണ്ട്, ഒരു വരയിട്ടുണ്ട് ഇവിടെ. വൈക്കും ടിക്കും പി ആറിന് മുകളിൽ വരയിട്ടുണ്ട്. അതിൻ്റെ അസംഷൻ എന്താണ്? അതിനകത്തൊന്നും ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ
അതൊക്കെ കോൺസ്റ്റൻ്റ് ആണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അത് കോൺസ്റ്റൻ്റ് അസ്യൂം ചെയ്തിട്ട് ക്യു ഡി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് ഓൺ പ്രൈസ് എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. വിലയ്ക്കകത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഡിമാൻഡിനകത്തുണ്ടാകുന്ന മാറ്റമാണ് ലോ ഓഫ് ഡിമാൻഡ്. അത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അങ്ങനെ ഉണ്ടാകുന്ന ഡിമാൻഡിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ രണ്ട് രീതിയിലാണെന്ന് പറഞ്ഞു. ഒന്ന് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, അഥവാ ഡിമാൻഡിനകത്തുണ്ടാകുന്ന കുറവ്. ഡിമാൻഡ് കുറയാൻ കാരണം എന്താ? വില കൂടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാലോ, ഡിമാൻഡ് കൂടുന്നു, അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? വില കുറയുന്നതുകൊണ്ട് സംഭവിക്കുന്നുള്ള. ഇങ്ങനെ വിലയ്ക്കകത്തുണ്ടാകുന്ന അല്ലെങ്കിൽ വിലയ്ക്കകത്തുണ്ടാകുന്ന മാറ്റങ്ങളുടെ ഫലമായിട്ട് ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ചസ് എവിടെയാണ് കാണിക്കുക? ഈ ഡിമാൻഡ് കർവിലാണ്. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് കർവിലൂടെ ആയിരിക്കും എക്സ്പാൻഷനും കോൺട്രാക്ഷനും സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ചേഞ്ചസ് എലോങ് എ ലീനിയർ ഡിമാൻഡ് കർവ്. അത് പ്രൈസിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് മാത്രമാണ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമ്മൾ ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡിലേക്ക് പോവുകയാണ്. ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞല്ലേ? പ്രൈസ്, ഇറ്റ്സ് ഓൺ പ്രൈസ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ഇത്രയും കാര്യങ്ങളാണ് പ്രൈസിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ആക്സിസ് പ്രൈസും ഹൊറിസോണ്ടൽ ആക്സിസ് നമ്മൾ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ക്വാണ്ടിറ്റി, ഡിമാൻഡും പ്രൈസുമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് കേട്ടോ. അതായത് ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു വസ്തുവിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്നുള്ളത് അല്ലേ? ഇതിനകത്ത് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടു ക്യു ഡി ഈസ് എ ഫങ്ഷൻ ഓഫ് ഇറ്റ്സ് ഓൺ പ്രൈസ് എന്നുള്ളത്. ഈ എന്തായാലും നമ്മൾ പറഞ്ഞു പ്രൈസിനകത്ത് മാറ്റം ഉണ്ടായാൽ ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രൈസിൽ മാറ്റം ഉണ്ടായിട്ട് ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡും കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡും എന്നും പറയുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ ഒരു ഡിമാൻഡ് കർവിലൂടെ തന്നെയായിരിക്കും ഡിമാൻഡിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തുക. പക്ഷേ പാരാമീറ്റേഴ്സ് ഓഫ് ദ സിസ്റ്റം എന്നറിയപ്പെടുന്ന പി ആറും ഇൻകവും ടേസ്റ്റും അങ്ങനെയുള്ള ഫാക്ടേഴ്സാണ്. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ടുകളുടെയും കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ വിലയിലോ ഇൻകത്തിൻ്റെയും ടേസ്റ്റിൻ്റെയും ഒക്കെ ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിമാൻഡിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഒരു എലോങ് എ ലീനിയർ ഡിമാൻഡ് കർവിലൂടെ ആയിരിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ എന്ത് സംഭവിക്കും? പ്രൈസിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ പ്രൈസ് കുറയുവാണെങ്കിൽ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ ഒരു ഡിമാൻഡ് കർവിലൂടെ തന്നെയായിരിക്കും അടയാളപ്പെടുത്തുക. പക്ഷെ പ്രൈസ് അല്ലാതെ ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്രൈസ് അല്ലാതെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അതായത് സബ്സ്റ്റിറ്റ്യൂട്ടും കോംപ്ലിമെൻ്ററി ഗുഡ്സ്, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിമാൻഡ് കർവ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ്. അപ്പം റിലേറ്റഡ് ഗുഡ്സിൻ്റെയോ അതായത് സബ്സ്റ്റിറ്റ്യൂട്ടുകളുടെയോ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെയോ ഇൻകത്തിൻ്റെയോ ടേസ്റ്റിലോ ഒക്കെ അളവുകളിലോ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കർവിനകത്ത് ഷിഫ്റ്റ് ഉണ്ടാകും. അതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഷിഫ്റ്റുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. പ്രൈസിനകത്ത് മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രൈസിൽ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കർവിലൂടെ മാത്രമേ ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും. അവിടെ ഡിമാൻഡ് കർവിലൂടെ മുകളിലേക്കും താഴേക്കും മാത്രമേ ചേഞ്ചസ് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ പ്രൈസ് അല്ലാതെ അതർ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, പി ആർ, വൈ, ടി, അതിൽ മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കർവിലൂടെ അല്ല ആ ചേഞ്ചസ് ഉണ്ടാകുക. കാരണം പ്രൈസ് കോൺസ്റ്റൻ്റാണ്, പ്രൈസ് മാറ്റമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഡിമാൻഡ് കർവ് ഒന്നെങ്കിൽ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. അത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഡയഗ്രം നോക്കുക, ഇൻക്രീസ് ഇൻ ഡിമാൻഡാണ് കാണിക്കുന്നത്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഇവിടെ നോക്കുക, ഡിമാൻഡിനകത്ത് വർധന ഉണ്ടാകുക. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഡിമാൻഡിൽ വർധന ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒന്ന്, പോപ്പുലേഷൻ ലൈക്ലി ടു ബൈ റൈസസ് അല്ലേ? ഓക്കെ, അതിന് മുകളിലൊരു കാര്യമുണ്ട്, ടേസ്റ്റ് ഷിഫ്റ്റ് ടു ഗ്രേറ്റർ പോപ്പുലാരിറ്റി, പോപ്പുലേഷൻ ലൈക്ലി ടു ബൈ റൈസസ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രസക്തമല്ല.
ഒന്ന് ഇൻകം നോക്ക്, ഇൻകം റൈസസ് ഫോർ എ നോർമൽ ഗുഡ് ഇൻഫീരിയർ ഗുഡും വ്യത്യാസമാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക, ഇവിടെ പ്രൈസ് 10 രൂപയാണെന്ന് കരുതുക. ഒരു വസ്തുവിൻ്റെ പ്രൈസ് 10 രൂപയായിരുന്നപ്പം 2 കിലോയാണ് ഈ വസ്തു ആൾക്കാർ മേടിച്ചുകൊണ്ടിരുന്നത് കരുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് എന്ത് ചെയ്യണം? പ്രൈസ് 10-ൽ നിന്നും 5 കുറയുമ്പം ഡിമാൻഡിനകത്ത് ഒരു വർധന ഉണ്ടാകും. 8 10 എത്രയിലും ആയിക്കോട്ടെ, ഡിമാൻഡിനകത്ത് ഒരു വർധന ഉണ്ടാകുന്നു എന്ന് കരുതുക. നേരത്തെ നമ്മൾ കണ്ട കേസിൽ അങ്ങനെയാണ് സംഭവിക്കുക. വില കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു, അല്ലെ വില കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു എന്നുള്ളത്. പക്ഷെ ഇവിടെ നമ്മുടെ അസംഷൻ എന്താണ്? ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? പ്രൈസിനകത്ത് മാറ്റം ഉണ്ടാകുന്നില്ല. ഒരു വസ്തുവിൻ്റെ പ്രൈസ് 10 വില കുറഞ്ഞാലേ ഡിമാൻഡ് കൂടുള്ളൂ, പക്ഷെ വില കുറയുന്നില്ല. അപ്പോൾ ഒരു വസ്തുവിൻ്റെ വില 10 കരുതുക, അത് ടി ആണെന്ന് കരുതിക്കും. ടീയുടെ വില 10 രൂപയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ടീയുടെ വില 5 കുറയുമായിരുന്നെങ്കിൽ ഡിമാൻഡ് 20 15 കൂടുമായിരുന്നു. പക്ഷേ ടീയുടെ വില കുറയുന്നില്ല. ടീയുടെ വില കുറയാതെ, ടീയുടെ വിലയ്ക്കകത്ത് കുറവ് വരാതെ മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ടീയുടെ പ്രൈസ് 10, ചായയുടെ വില കുറയാതെ ചായയുടെ ഡിമാൻഡ് എങ്ങനെ കൂടാന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫസ്റ്റ് കേട്ടോ, ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഡിമാൻഡ് ഇൻക്രീസസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് PR എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ചായയുടെ പ്രൈസ് 10 തന്നെയാണ്, ചായയുടെ പ്രൈസ് കുറയുന്നില്ല. ചായയുടെ പ്രൈസ് കുറയാതെ ചായയുടെ ഡിമാൻഡ് എങ്ങനെയൊക്കെ കൂടാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ് ഇങ്ങോട്ട് കാണിക്കുന്നുണ്ട്. ചായയുടെ പ്രൈസിൽ മാറ്റമില്ല. ചായയുടെ പ്രൈസിൽ മാറ്റമില്ലാതെ എങ്ങനെയൊക്കെ ചായയുടെ ഡിമാൻഡ് കൂടാന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് നമുക്കെടുക്കാം. ഏതൊക്കെയാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത്? 2 ഘടകങ്ങളുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട്, കോംപ്ലിമെൻ്ററി ഗുഡ്സും ഉണ്ട്, അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട്, കോംപ്ലിമെൻ്ററി ഗുഡ്സും ഉണ്ട്. ചായയുടെ കേസ് പറയുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും ഉണ്ട്. ചായയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ചായയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി നമുക്ക് എടുക്കാം. തൽക്കാലം കോഫി മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ കോഫിയുടെ വിലയ്ക്ക് എന്ത് മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ചായയുടെ ഡിമാൻഡ് കൂടാം എന്നുള്ളത് ചിന്തിക്കണം. ചായയുടെ ഡിമാൻഡ് എങ്ങനെ കൂടാം? കോഫിയുടെ വില കൂടിയാലാണോ കുറഞ്ഞാലാണോ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, പോസിറ്റീവ് റിലേഷനാണെന്ന് പറഞ്ഞു, അല്ലേ? ചായയുടെ വില 10 രൂപ തന്നെ, കോഫിയുടെ വിലയ്ക്ക് എന്ത് സംഭവിക്കണം? കോഫിയുടെ വില കൂടണം. എന്തിനാ? ചായയുടെ ഡിമാൻഡ് കൂടണം എന്നുണ്ടെങ്കിൽ. അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കേസിൽ QD ഈസ് എ ഫങ്ഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് എടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? കോഫിയാണ്. കോഫിയുടെ പ്രൈസ്, സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൈസ് കൂടണം. കോഫിയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചായയുടെ ഡിമാൻഡ് കൂടും. ചായയുടെ വില 10 രൂപ തന്നെയാണ്. ചായയുടെ വിലയ്ക്ക് ഒട്ടും മാറ്റമില്ല. ചായയുടെ വിലയ്ക്ക് മാറ്റമില്ലാതെ ചായയുടെ ഡിമാൻഡ് എങ്ങനെ കൂടാം എന്നുള്ളതാണ് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ വില കൂടുക, കോഫിയുടെ വില കൂടുക. കോഫിയുടെ വില 15-ൽ നിന്ന് 20 കൂടുക. അപ്പോൾ കോഫി കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ചായ വന്ന് മേടിക്കും. ചായയുടെ ഡിമാൻഡ് കൂടുന്നു. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ചായ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ എന്ത് ചെയ്യും? കൂടുതൽ ചായ കഴിക്കുന്നു, കോഫിയിലേക്ക് പോകാതിരിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ചായയുടെ വില 10 രൂപയിൽ നിന്നും വർധനവില്ലാതെ ചായയുടെ ഡിമാൻഡ് എങ്ങനെ കൂടാം? ഒന്ന്, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അഥവാ റിലേറ്റഡ് ഗുഡ്സിനകത്ത് വരുന്ന ഒരു ഘടകമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൈസ് കൂടണം. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ചായയുടെ ഡിമാൻഡ് കൂടും. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് ഒരു പോസിബിലിറ്റി. സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൈസ് റൈസസ് എന്നുള്ളതാണ്. കോഫിയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ചായയുടെ ഡിമാൻഡ് കൂടും എന്നുള്ളതാണ്. ഇവിടെ ചായയുടെ ഡിമാൻഡ് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ QD, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ടീ എന്നുള്ള. ചായയുടെ ഡിമാൻഡ് എങ്ങനെ കൂടാം? ചായയുടെ ഡിമാൻഡ് കൂടാനുള്ള ഘടകങ്ങൾ പ്രൈസും കാര്യങ്ങളും. പ്രൈസ് നമ്മളിവിടെ എടുക്കുന്നില്ല. പ്രൈസ് മാറ്റമില്ല, 10 തന്നെയാണെന്ന് നമ്മൾ പറയുന്നു. പ്രൈസിൽ മാറ്റമില്ലാതെ ചായയുടെ ഡിമാൻഡ് എങ്ങനെ കൂടാം? ഒന്ന് റിലേറ്റഡ് ഗുഡ്സ്. റിലേറ്റഡ് ഗുഡ്സിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം പറഞ്ഞു. സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൈസ് കൂടിയാൽ ചായയുടെ ഡിമാൻഡ് കൂടാം. ഒന്ന്. ഇനി റിലേറ്റഡ് ഗുഡ്സിനകത്ത് കോംപ്ലിമെൻ്ററി ഗുഡ്സോ? കോംപ്ലിമെൻ്ററി ഗുഡ്സും ആ വസ്തുവിൻ്റെ ഡിമാൻഡും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? നെഗറ്റീവാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ?
അപ്പോൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ്, ചായയുടെ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആയിട്ടുള്ള എന്തൊക്കെയാണ്? തേയിലപ്പൊടിയോ പാലൊക്കെ പറയും. പാലിൻ്റെ വില കുറയാമെന്ന് കരുതുക. പാലിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? പാലിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? കൂടുതൽ ചായ ഉപയോഗിച്ചേക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ തേയിലപ്പൊടിയുടെ വില കുറഞ്ഞു കഴിഞ്ഞാലോ കൂടുതൽ നമ്മൾ ചായ കുടിച്ചേക്കാം. അപ്പോൾ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ചായയുടെ ഡിമാൻഡ് കൂടാം എന്നുള്ളതാണ്. പ്രൈസ് ഓഫ് കോംപ്ലിമെൻ്ററി അല്ലെ കോംപ്ലിമെൻറ്റ്സ് ഫോൾസ്. രണ്ടാമത്തെ പോസിബിലിറ്റി. ചായയുടെ വില 10 രൂപ തന്നെയാണ്. ചായയുടെ വില കുറയാതെ തന്നെ ചായയുടെ ഡിമാൻഡ് കൂടുക. എന്തുകൊണ്ടാണ്? കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ വില കൂടുക. പാലിൻ്റെയോ ചായപ്പൊടിയുടെയോ ഒക്കെ വില കുറയാണ്. നമ്മളത് കൂടുതൽ കൺസ്യൂം ചെയ്തേക്കാം. അതുകൊണ്ട് ഡിമാൻഡ് കൂടുന്നു ചായയുടെ. പിന്നെന്താണ്? ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസസ്. ചായയുടെ വിലയിൽ മാറ്റമില്ലാതെ ആൾക്കാരുടെ വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ ചായ നമ്മൾ കുടിച്ചേക്കാം. ഇഷ്ടംപോലെ പൈസ ഉണ്ട്, എന്നാൽ പിന്നെ 2 ചായ കുടിച്ചേക്കാം, അല്ലെ 3 ചായ കുടിച്ചേക്കാം ആൾക്കാർ കരുതാം. വൈ എന്ന് പറഞ്ഞ ഇൻകം കേട്ടോ. ഇൻകം റൈസസ്. നോർമൽ ഗുഡാണെങ്കിൽ കേട്ടോ. അപ്പോൾ ആൾക്കാരുടെ വരുമാനം കൂടിക്കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ് എന്നുള്ളതാണ്. പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ ടേസ്റ്റ്. ആൾക്കാരുടെ അഭിരുചി. ചായയുടെ വിലയൊന്നും കൂടുകയോ കുറയോ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ആൾക്കാർക്ക് ചായയുടെ താല്പര്യം തോന്നുകയാണ്. ചില പരസ്യങ്ങൾ കണ്ടുകൊണ്ടോ അല്ലെ പുതിയ സ്റ്റഡീസിൻ്റെ ഫലമായിട്ടൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ മോഹൻലാൽ പറയാണ് ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുന്നു എന്നൊക്കെ പരസ്യങ്ങൾ വരുന്നു. ആൾക്കാരത് കാണുന്നു, ഇഷ്ടപ്പെടുന്നു. ആൾക്കാർക്ക് ചായ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. കോഫി കുടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു? ചായയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ കൂടുതൽ ചായ കുടിക്കുന്നു. അങ്ങനെ സംഭവിക്കാം. ഇനി അതല്ലേ ഒരു പുതിയ പഠനം വരികയാണ്, ചായ കുടിക്കുന്ന ആൾക്കാർക്ക് ആയുർദൈർഘ്യം വർദ്ധിക്കുന്നു എന്നുള്ള പഠന റിപ്പോർട്ട് വരികയാണ്. അങ്ങനെയാണെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ ചായയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ടേസ്റ്റിനകത്ത് വർധന ഉണ്ടായിക്കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിക്കും. ഇതാണ് ടേസ്റ്റ് ഷിഫ്റ്റ് ടു ഗ്രേറ്റർ പോപ്പുലാരിറ്റി എന്നുള്ളത്. പിടിയിട്ടില്ലേ? അപ്പം സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ വിലയ്ക്കകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, കോംപ്ലിമെൻറ്റ്സിൻ്റെ മാറ്റങ്ങൾ, ഇൻകത്തിനകത്തുണ്ടാകുന്ന വർധനവ്, ടേസ്റ്റിനകത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, അപ്പോൾ അങ്ങനെ പോപ്പുലേഷനകത്തുണ്ടാകുന്ന വർധന ഇവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ധാരാളം ഫാക്ടേഴ്സിനകത്ത് മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? പ്രൈസിൽ മാറ്റമില്ലാതെ തന്നെ ചായയുടെ ഡിമാൻഡിനകത്ത് വർധന ഉണ്ടാകുക എന്നുള്ളതാണ് പറയുന്നത്. അതിനാണ് നമ്മൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കേസിൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഡിമാൻഡ് കർവ് വിൽ ഷിഫ്റ്റ് റൈറ്റ് വേർഡ്സ്. എന്തുകൊണ്ടാണ്? അപ്പോൾ പാരാമീറ്റേഴ്സ് റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, പോപ്പുലേഷൻ, ഗവൺമെൻറ് പോളിസീസ്, എക്സ്പെക്റ്റേഷൻസ്, ഇങ്ങനെയുള്ള ഘടകങ്ങളിനകത്ത് മാറ്റങ്ങൾ വർധന ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? പ്രൈസിനകത്ത് കുറവ് ഉണ്ടാവുന്നില്ല, പ്രൈസിനകത്ത് മാറ്റമില്ലാതെയാണ് ഡിമാൻഡ് വർദ്ധിക്കുന്നത് എന്നുള്ളത്. അത് കാണിക്കാനാണ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത്. പ്രൈസിനകത്ത് മാറ്റം ഉണ്ടാവുകയായിരുന്നെങ്കിൽ ഡിമാൻഡ് കർവിന് ഷിഫ്റ്റ് പറഞ്ഞ ആവശ്യമില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ജസ്റ്റ് വൈസ് വൈസ് ഓപ്പോസിറ്റ് ഉള്ള കേസ് ഇവിടെ സംഭവിക്കുന്നത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്നുള്ളതാണ്. ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്നുള്ള ഡിമാൻഡിനകത്തുണ്ടാകുന്ന കുറവാണ് നമ്മളിവിടെ കാണുന്നത്. ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്നുള്ളത്. ഡിമാൻഡിനകത്തുണ്ടാകുന്ന ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്നുള്ളത്. ഡിക്രീസ് ഇൻ ഡിമാൻഡ് അപ്പം നോക്കുക, ഇവിടെ പ്രൈസ് 10 തന്നെയാണ്. ആദ്യത്തെ ഡിമാൻഡ് കർവാണ്. പ്രൈസിനകത്ത് മാറ്റമില്ല. പ്രൈസിനകത്ത് മാറ്റമില്ലാതെ ഡിമാൻഡ് ഇങ്ങോട്ടേക്ക് കുറയുക ചെയ്യുന്നത്. ഇപ്പോൾ ചായയുടെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ചായയുടെ ഡിമാൻഡ് കുറയാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ചായയുടെ വിലയിൽ മാറ്റമില്ലാതെ ഡിമാൻഡ് കുറയണം. എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ വിലയ്ക്ക് എന്ത് സംഭവിക്കാം? സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ വില കുറയുക എന്നുള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ചായയുടെ ഡിമാൻഡ് കുറയാം. പോസിറ്റീവ് റിലേഷൻ കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ടുകളും ഡിമാൻഡും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ, രണ്ടും ഒരേ ഡയറക്ഷനെ മൂവ് ചെയ്യുള്ളൂ. അത് ഓർത്താൽ മതി. കോംപ്ലിമെൻ്ററി ഗുഡ്സും ഒരു വസ്തുവിനും ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷനാണ്. അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ കോഫിയുടെ വില കുറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ചായയുടെ ഡിമാൻഡ് എന്ത് സംഭവിക്കും? ചായയുടെ ഡിമാൻഡ് കുറയും. കോഫിയുടെ വില കുറയുന്നു, ആൾക്കാർ കൂടുതൽ ചായ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ കോഫി കഴിക്കാൻ പോകുന്നു, ചായയുടെ ഡിമാൻഡ് കുറയുന്നു. ചായയുടെ വില 10 രൂപ തന്നെയാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ചായയുടെ ഡിമാൻഡ് കുറയും. പിന്നെന്താണ്? കോംപ്ലിമെൻ്ററി ഗുഡ്സ്. കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ വില കൂടുന്നു. നമ്മൾ പറഞ്ഞ പോലെ പാലിൻ്റെയോ തേയിലപ്പൊടിയുടെയോ ഒക്കെ വില കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം?
വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ചായ കഴിക്കുന്നത് കുറച്ചേക്കാം. അപ്പോൾ ഡിമാൻഡ് കർവ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് സംഭവിക്കാം എന്നുള്ളതാണ്. പിന്നെയോ ഇൻകം കുറേ ആൾക്കാരുടെ ഇൻകം ഡ്രോപ്സ്, ടേസ്റ്റിനകത്ത് കുറവ് ഉണ്ടാകും. ടേസ്റ്റ് മീൻസ് ആൾക്കാരുടെ അഭിരുചി, ചായയുടെ ആൾക്കാരുടെ താല്പര്യം കുറയുക, കോഫിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് ഡിമാൻഡ് കർവിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആശയം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്നുള്ളതാണ്. അപ്പോൾ ഡിമാൻഡിനകത്തുണ്ടാകുന്ന വർധനവ് എങ്ങനെയാണെന്നുള്ള, അല്ലെ ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഷിഫ്റ്റ് ചെയ്യാം. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് റിലേറ്റഡ് ഗുഡ്സ്, ഇൻകം, ടേസ്റ്റ്, അല്ലെ പോപ്പുലേഷൻ, ഗവൺമെൻറ് പോളിസി, ഇതിനകത്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, വരുമാനം കൂടിയാലോ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ വിലയിനകത്ത് മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലോ ടേസ്റ്റിനകത്ത് മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പ്രൈസിൽ മാറ്റമില്ലാതെ ഡിമാൻഡ് വർദ്ധിക്കുന്നതാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, വരുമാനം കുറയുക, ടേസ്റ്റിനകത്തുള്ള ആൾക്കാരുടെ അഭിരുചിയിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലോ ജനസംഖ്യ കുറഞ്ഞാലോ, അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഡിമാൻഡിനകത്ത് കുറവ് സംഭവിക്കാം. അങ്ങനെയാണ് ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളത്. അത് കാരണം എന്താണ്? അതിന് കാരണം എന്താ? പ്രൈസിൽ മാറ്റമില്ലെന്ന്. പ്രൈസ് ഈസ് കോൺസ്റ്റൻറ്റ്. പ്രൈസ് ഒരു വസ്തുവിൻ്റെ വിലയിൽ മാറ്റമില്ലാതെ ഡിമാൻഡ് കൂടുകയോ കുറയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡയഗ്രമാറ്റിക്കലി നമുക്കത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കർവ് വിൽ ഷിഫ്റ്റ് ലെഫ്റ്റ് ഓർ റൈറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. പ്രൈസിൽ മാറ്റമുണ്ടായി ഡിമാൻഡ് കർവിനകത്ത് മാറ്റം ഉണ്ടാവുകയാണെങ്കിലോ ദ മൂവ്മെൻറ്റ് വിൽ ബി അലോങ് ദ ഡിമാൻഡ് കർവ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടുപോലെ ലോ ഓഫ് ഡിമാൻഡ് കർവിൻ്റെ കാര്യത്തിൽ കണ്ടുപോലെയോ കുറച്ച് മുമ്പേ കണ്ടുപോലെയോ വില കുറഞ്ഞ ഡിമാൻഡ് കൂടുന്നു, വില കൂടിയ ഡിമാൻഡ് കുറയുന്നു. അങ്ങനെയുള്ള കേസുകളിൽ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് വിൽ ബി ഓൺ ദ സെയിം ഡിമാൻഡ് കർവ്. അപ്പോൾ പാരാമീറ്റേഴ്സ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്ന പോലെ റിലേറ്റഡ് ഗുഡ്സോ ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അതിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ ഡിമാൻഡ് കർവ് വിൽ ഡെഫിനറ്റ്ലി ഷിഫ്റ്റ് ലെഫ്റ്റ് വേർഡ്സ് ഓർ റൈറ്റ് വേർഡ്സ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾ ആ ഫംഗ്ഷൻ വെച്ചിട്ടേ പഠിക്കാവുള്ളൂ. QD = F × P, PR അല്ലെങ്കിൽ Y, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് എന്നുള്ള ഫംഗ്ഷൻ വെച്ച് ഇത് ഓർത്തിരിക്കുക. അതിനകത്ത് QD = F × P എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഡിമാൻഡ് ആണ്. പ്രൈസിനകത്ത് മാറ്റമുണ്ടായ ഡിമാൻഡ് മാറ്റം ഉണ്ടാകും. അത് ഡിമാൻഡ് കർവിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും. ഇനി QD = F × PR, Y, T എന്നുള്ളത് എടുത്തു കഴിഞ്ഞാലോ ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഓർത്തോണം. മനസ്സിലായി കാണുമല്ലോ? ഓക്കെ. ഇനി നമ്മൾ ഒരു ഡിമാൻഡ് കർവിൻ്റെ ഷിഫ്റ്റിംഗ് കാണിച്ചിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ഒരു സെക്ഷനാണ്. ഇപ്പോൾ ഡിമാൻഡ് കർവ് എന്തുകൊണ്ടാണ് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായ കാര്യം, നിങ്ങൾ അതങ്ങനെ എക്സാമിന് അങ്ങനെ ചോദിക്കുന്ന കാര്യം ഒന്നുമല്ല, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതെന്നുള്ളൂ മാത്രമേ ഉള്ളൂ. QD = 10 - 2P എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഡിമാൻഡ് കർവ് അല്ലെ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് 10 എന്നുള്ള വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണ് തിയറിറ്റിക്കലി ഓക്കെ 10 എന്നുള്ള വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണ് തിയറിറ്റിക്കലി. -2 എന്നുള്ളത് സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ്, P എന്നുള്ള പ്രൈസാന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് യഥാർത്ഥത്തിൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? A/B എന്നുള്ളത് കാണുന്നു. A എന്നുള്ളത് 10 ആണ്, B എന്നുള്ളത് സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 10 A/B 10/2 എന്നുള്ളത് നമ്മൾ എടുത്തു. എത്ര നമുക്ക് കിട്ടി? 5 കിട്ടി അല്ലേ? ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -2 നമ്മളെടുത്തു. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? വില 1 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡിനകത്ത് 5 രൂപയുടെ വർധന ഉണ്ടാകും എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പം അതുപോലെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? A/B എന്നുള്ളത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 10/2 എന്നുള്ളത് എടുത്തു, 5 നമുക്ക് കിട്ടി. അതാണ് നമ്മുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ഓക്കെ, ഇത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. -2 എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ്, 5 എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും. ഇവിടെ യഥാർത്ഥത്തിൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 10 എന്നുള്ള വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നമ്മൾ ഇതിനകത്ത് പറയുന്നേ ഉള്ളൂ, പക്ഷേ യഥാർത്ഥത്തിൽ അത് എന്താണ്? അത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആണ് ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്കും. ഇതിനകത്ത് 10 എന്നുള്ളത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് നമ്മൾ പഠിക്കുന്നു.
പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ എന്ത് ചെയ്യണം? എ ഡിവൈഡ് ബൈ ബി കാണണം അല്ലേ? എ എന്ന് പറയുന്നത് 10 ഡിവൈഡ് ബൈ ബി എന്ന് പറയുന്നത് -2 നമ്മളെടുത്തു, 5 നമുക്ക് കിട്ടി. അതായിരിക്കും ഡയഗ്രാം വരയ്ക്കുമ്പോഴുള്ള വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് ഇടുന്നതാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടി. അത് നമ്മൾ ഇപ്പം നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റോ 10 അതെന്താണ്? നമ്മളിവിടെ പറയുന്ന വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ശരിക്കുള്ള മാറ്റി ഇടുന്നതാണ്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില എളുപ്പത്തിന് വേണ്ടിയാണെന്ന് മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന ക്യൂഡിക്കകത്ത് തന്നിരിക്കുന്ന 10നെ അല്ലെങ്കിൽ അവിടെ തന്നിരിക്കുന്ന വാല്യൂവിനെ സ്ലോപ്പ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ സ്ലോപ്പ് എത്രയാണ്? ഇവിടുത്തെ സ്ലോപ്പ് -2 അത് പറയുന്നത് എന്താണ്? വില 1 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡിനകത്ത് ഉണ്ടാകുന്ന വർധനമാണ് എന്ത് കാണിക്കുന്നത്? സ്ലോപ്പ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, പ്രൈസ് 4.2 ക്വാണ്ടിറ്റി ഉള്ളത്. പ്രൈസ് 3 കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡിൽ എത്ര വർധന ഉണ്ടാകുന്നത്? 2 യൂണിറ്റിൻ്റെ. അപ്പോൾ പ്രൈസ് 4 നിന്ന് 3 കുറയുന്നു, 1 രൂപ പ്രൈസ് കുറയുന്നു. ഡിമാൻഡിനകത്ത് വർധനവ് 2 നിന്നും 4 വർധനവ് ഉണ്ടാകുന്നത് അല്ലെ? 2 യൂണിറ്റിന് വർധന ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ -2 സ്ലോപ്പ് വരുന്നത്. 10 -2 വരാൻ കാരണം എന്താണ്? ഡിമാൻഡിനകത്തുണ്ടാകുന്ന വർധന. 1 രൂപ പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് എത്ര യൂണിറ്റ് കൂടും എന്നുള്ളതാണ് -2 ഇവിടെ പറയുന്നത്. 2 യൂണിറ്റാണ്. അപ്പം -2 എന്ന് പറയുന്നത് 2. മൈനസ് വരാൻ കാരണം വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു എന്ന് കാണിക്കാൻ, നെഗറ്റീവ് റിലേഷൻ കാണിക്കാൻ മൈനസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വില 1 രൂപ കുറയുന്നു, ഡിമാൻഡ് 2 കിലോ കൂടുന്നു, അതുകൊണ്ട് 2 ആണ് വരുന്നത്. വില 1 രൂപ കുറഞ്ഞാൽ ഡിമാൻഡ് 5 കിലോ കൂടുമായിരുന്നെങ്കിൽ -5 വന്നതിനെ അവിടെ കേട്ടോ. അപ്പോൾ അവിടെ മൈനസ് വാല്യൂ വരുമ്പോഴത്തേക്ക് അത് ഓർത്തോണം, അത് എത്ര കിലോ കൂടുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. കിട്ടിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 10 - 2Pയുടെ സ്ഥാനത്ത് പിയുടെ സ്ഥാനത്ത് നമ്മൾ 0 എന്നുള്ള വാല്യൂ കൊടുത്തു. അപ്പോൾ ക്യൂഡി നമുക്ക് 10 കിട്ടി. അടുത്ത് 1 കൊടുത്തു, 8 കിട്ടി. 5 കൊടുത്തു, 0 കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഡിമാൻഡ് കർവ് വരച്ചിരിക്കുകയാണ്. അപ്പം അതിനുശേഷം ഇൻകത്തി വർധന ഉണ്ടാവുക എന്ന് കരുതുക. ഒരാളുടെ ഇൻകത്തി വർധന ഉണ്ടാക്കുകയാണ്. 10 എന്നുള്ളത് 12 വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സ്ലോപ്പിനകത്ത് മാറ്റമൊന്നുമില്ല. അപ്പോൾ 10 നിന്ന് വരുമാനത്തിനകത്ത് വർധന ഉണ്ടാകുകയാണെങ്കിൽ 12 - 2P എന്നുള്ളത് നമുക്ക് കിട്ടി. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 12 ഡിവൈഡ് ബൈ അല്ലെങ്കിൽ A/B എന്നുള്ളത് നോക്കി 12/2 = 6 എന്നുള്ളത് കിട്ടി. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 6 കിട്ടി. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും 12 തന്നെയായിരിക്കും ഇവിടെ. അപ്പം നേരത്തെ 10 ആയിരുന്നു, ഇപ്പോൾ അത് 12 കൂടി വർധന ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിനകത്തും വർധന ഉണ്ടാകുന്നു. അപ്പം ഈ ഡയഗ്രാം അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്തത്? പാരലായിട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്. ഷിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും ഇവിടെ മാറുന്നുണ്ട് എന്നുള്ളതാണ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ചേഞ്ച് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാര്യം ഇത്രേ ഉള്ളൂ. വരുമാനത്തിൽ വർധന ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ ടേസ്റ്റിനകത്ത് മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഡിമാൻഡ് കർവിനകത്ത് ഷിഫ്റ്റിംഗ് ഉണ്ടാകുമ്പോഴത്തേക്കും എന്തൊക്കെ സംഭവിക്കുന്നത്? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും ഒരേ സമയം മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നുള്ളൂ. അതായത് ഡിമാൻഡ് കർവിനകത്ത് ഷിഫ്റ്റിംഗ് സംഭവിക്കുമ്പോഴത്തേക്കും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിനകത്ത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിനകത്ത് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബജറ്റ് ലൈൻ പോലെ തന്നെ. അത്ര ഇവിടെ ലോജിക്കുള്ളൂ. ബാക്കി നിങ്ങളോട് ഇതൊന്നും അങ്ങനെ ചോദിക്കുന്ന കാര്യമല്ല. പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യം എന്താണ്? ഒരു QD = A - B × P എന്നുള്ളത് തന്നിട്ട് ഒരു ഡിമാൻഡ് കർവ് വരയ്ക്കാൻ പറഞ്ഞ് അങ്ങനെ ചോദിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. QD = A - B × Pക്കകത്ത് QD എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഡിമാൻഡാണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണ്. A എന്ന് പറഞ്ഞാൽ -B സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവും P പ്രൈസുമാണ് എന്ന് നമ്മൾ പറഞ്ഞു. മനസ്സിലായില്ലേ? ഓക്കെ, പക്ഷേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ വേണ്ടി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞ പോലെ QD = 10 - 2P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് A ഡിവൈഡ് ബൈ B എടുക്കും നമ്മൾ. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ കണ്ടുപിടിക്കാൻ 10/2 നമുക്ക് 5 കിട്ടി. 5 ആയിരിക്കും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റോ നമ്മൾ പറഞ്ഞ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് നമ്മൾ പറയുന്ന സാധനമായിരിക്കും യഥാർത്ഥത്തിൽ ഡയഗ്രാം വരയ്ക്കുമ്പോഴുള്ള ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. അത് 10 ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി -2 എന്ന് പറയുന്നത് ഇവിടുത്തെ -2 എന്ന് പറയുന്നത് സ്ലോപ്പ് ആയിരിക്കും. -2 എന്ന് പറയാൻ കാരണം എന്താ? വില 1 രൂപ കുറഞ്ഞാൽ ഡിമാൻഡ് 2 കിലോ കൂടും എന്നുള്ള സ്ലോപ്പ് പറയുന്നത്.
പി പ്രൈസുമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് പിയുടെ സ്ഥാനത്ത് ഈ 10 - 2p എന്നുള്ളതിൻ്റെ പിയുടെ സ്ഥാനത്ത് ഓരോ വാല്യൂസ് കൊടുത്താൽ മതി. 0, 1, 2, 3 എന്നുള്ളത് അപ് ടു 0 വരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പ്രൈസും ക്വാണ്ടിറ്റി കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെർട്ടിക്കൽ ആക്സിസ് പ്രൈസും ഹൊറിസോണ്ടൽ ആക്സിസ് ക്വാണ്ടിറ്റി ഡിമാൻഡും വരച്ചിട്ട് നമ്മളൊരു ഡയഗ്രാം വരച്ചാൽ മതി. ഇവിടെ നമ്മൾ പ്രൈസ് ആയിരിക്കും മെഷർ ചെയ്യുക, താഴെ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡായിരിക്കും ഇവിടെ മെഷർ ചെയ്യുക. അറിയാവുന്ന കാര്യം നിങ്ങൾക്ക്. അങ്ങനെ ഒരു ഡയഗ്രാം വരയ്ക്കാനേ ചോദിക്കാറുള്ളൂ, അതും അപൂർവമാണ്. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഡിമാൻഡ് കർവിനകത്ത് ഇൻകത്തിൻ്റെ വർധനവിൻ്റെ ഫലമായിട്ട് ഷിഫ്റ്റിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അത്രമാത്രം കാര്യങ്ങൾ അതിനകത്തുള്ളൂ. അപ്പോൾ ഇനി ഇതൊരു ചോദിക്കാവുന്ന കാര്യമാണ്, സിമ്പിളായിട്ടുള്ള കാര്യം കേട്ടോ. അപ്പം ഡിമാൻഡ് 3 രീതിയിലാണ് ഡിമാൻഡ് ഉള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ ഡിമാൻഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചായയുടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ദിവസമോ ഒരു മാസമോ ഒരു വർഷമോ കഴിക്കുന്ന ചായയുടെ അളവായിരിക്കും വിവിധ വിലകളിൽ. ഇപ്പോൾ ഒരു വർഷം നമ്മൾ എത്ര ചായ കഴിക്കും, ചായയുടെ വിലയ്ക്കകത്ത് മാറ്റം ഉണ്ടാകുന്നതനുസരിച്ച് നമ്മൾ എത്ര ചായ കഴിക്കുക എന്നുള്ളൊരു ടേബിളായിട്ട് എഴുതുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ്. ഉദാഹരണത്തിന് നോക്കി, ഇത് കൺസ്യൂമർ എയുടെ ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഇവിടെ തന്നിട്ടുണ്ട്. പ്രൈസ് 1 ആയിരിക്കുമ്പോൾ ഒരാൾ 8 കിലോ അല്ല 8 ചായ കഴിക്കുന്നു. പ്രൈസ് 2 ആകുമ്പം 6 കിലോ ചായ കഴിക്കുന്നു എന്ന് കരുതുക. പ്രൈസ് 3 ആകുമ്പോൾ ചായയുടെ എണ്ണം എന്ന് പറയുന്നത് 4 ആയിട്ട് കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ 3 രീതിയിലുള്ള ഡിമാൻഡ് ഉള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ ഡിമാൻഡ്, ഒരു വസ്തു ഒരു വർഷം അല്ലെ ഒരു മാസം ഒരാൾ കഴിക്കുന്ന അളവിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഹൗസ് ഹോൾഡ് ഡിമാൻഡുണ്ട്. അപ്പോൾ ഒരു ഫാമിലി ഒരു വർഷം ഉപയോഗിക്കുന്ന ചായയുടെ അളവ്, ചായ തന്നെ ആവണമെന്നല്ല, ഞാൻ ചായ ഒരു എക്സാമ്പിൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ഫാമിലി ഒരു വർഷം ഒരു മാസം ഉപയോഗിക്കുന്ന ചായയുടെ വിവിധ വിലകളിൽ ഉപയോഗിക്കുന്ന ചായയുടെ അളവുകളായിരിക്കും ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഹൗസ് ഹോൾഡ് വീട്ടുകാർ ഉപയോഗിക്കുന്നത്. ഇനി ഒരു പഞ്ചായത്തിലെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ മുഴുവൻ ഹൗസ് ഹോൾഡുകളും ചേരുന്നതാണ് രാജ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വാർഡിലെ ഒരു 100 ഹൗസ് ഹോൾഡുകൾ ചേരുമ്പോഴാണ് നമുക്കറിയാം ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ഒരു വർഷം ഉപയോഗിക്കുന്ന ചായയുടെ അളവാണെന്ന് കരുതിക്കും വിവിധ വിലകളിൽ. ഒരാൾ ഒരു വർഷം എത്ര ചായ കഴിക്കുന്നു എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. ഇനി അങ്ങനെയുള്ള 5 പേര് ചേരുന്ന ഒരു വീടെന്ന് കരുതിക്കും. അപ്പോൾ ഒരു വീട്ടുകാർ ഒരു വർഷം കഴിക്കുന്ന ചായയുടെ അളവാണ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ചായയുടെ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു വർഷം എന്ന് കരുതിക്കും. 5 പേരടങ്ങുന്ന ഒരു വീട്ടുകാർ മുഴുവൻ ഉപയോഗിക്കുന്ന ചായയുടെ അളവാണ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പഞ്ചായത്ത് അങ്ങനത്തെ 100 വീടുകളുണ്ടെന്ന് കരുതിക്കും. അങ്ങനെ 100 ഹൗസ് ഹോൾഡുകൾ ചേരുന്നതായിരിക്കും ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെയാണ് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷം ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു വാർഡിലെ 100 ഹൗസ് ഹോൾഡുകൾ 100 വീട്ടുകാർ കഴിക്കുന്ന ചായയുടെ മുഴുവൻ അളവിനെയാണ് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 100 ഹൗസ് ഹോൾഡുകൾ ചേർന്ന ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടാകും. അപ്പോൾ ഇൻഡിവിജ്വൽസ് ചേർന്നിട്ട് ഹൗസ് ഹോൾഡുകൾ ചേർന്നിട്ട് മാർക്കറ്റ് ഡിമാൻഡും ഉണ്ടാകുന്നു. ഇപ്പോൾ 3 രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ ഡിമാൻഡ്, ഒരാൾ ഒരു ഇൻഡിവിജ്വൽ ഒരു വർഷം ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ അളവാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു വീട്ടിലെ അല്ലെ ഒരു ഹൗസ് ഹോൾഡ് ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ അളവിനെയാണ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് വിവിധ വിലകളിൽ. അങ്ങനത്തെ ഹൗസ് ഹോൾഡുകൾ ചേർന്നിട്ടാണ് മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടാകുന്നത്. 10, 100, 1000 ഹൗസ് ഹോൾഡുകൾ ചേർന്നാൽ ഒരു പ്രദേശത്തെ മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടാകും. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ വരച്ചിട്ടുണ്ട്. കൺസ്യൂമർ എയും കൺസ്യൂമറിൻ്റെ ബിയുടെയും ഡിമാൻഡ് കൊടുത്തിട്ടുണ്ട്. വില 1 ആയിരിക്കും ഒന്നാമത്തെ കൺസ്യൂമർ 8 ചായ ഉപയോഗിക്കുന്നതായിരിക്കും. ചായ എന്ന് ഞാൻ വെറുതെ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി. വില 2 ആയിട്ട് കൂടുമ്പോഴത്തേക്കും ചായയുടെ എണ്ണം 8ൽ നിന്ന് 6 ആയിട്ട് കുറയുന്നു. വില 3 ആകുമ്പോൾ ചായയുടെ എണ്ണം 4 ആയിട്ട് കുറയുകയോ ചെയ്യുന്നു. വില കൂടുന്നതനുസരിച്ച് ചായയുടെ എണ്ണം കുറയുന്നത്. രണ്ടാമത്തെ കൺസ്യൂമർ വില 1 ആകുമ്പോൾ അയാൾ കുറച്ച് ചായ കഴിക്കുന്നുള്ളൂ. ആദ്യത്തെ ആൾ 8 ചായ കഴിക്കുമായിരുന്നു. രണ്ടാമത്തെ ആൾ അതേ പ്രൈസിന് ഒന്ന് തന്നെ പ്രൈസ് 6 ചായ കഴിക്കുന്നുള്ളൂ. ഒരു വർഷമോ ഒരു മാസമോ ഒരു ദിവസമോ എന്തെങ്കിലും ആയിക്കോട്ടെ. വില 2 ആയിട്ട് കുറയുമ്പോഴത്തേക്ക് ഇയാൾ ചായയുടെ എണ്ണം 4 ആയിട്ട് കുറയ്ക്കുന്നു. വില 3 ആയിട്ട് കൂടുമ്പോൾ വില 1ൽ നിന്ന് 2 ആയിട്ട് കൂടുമ്പോഴാണ് 4 ചായ. വില 2ൽ നിന്ന് 3 ആയിട്ട് കൂടുമ്പോൾ ചായയുടെ എണ്ണം 2 ആയിട്ട് കുറയ്ക്കുകയോ ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നാമത്തെ ആൾ 1 രൂപയായിരിക്കുമ്പോഴത്തേക്കും ചായയുടെ വില 1 രൂപയെന്ന് കരുതിക്കും, എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. 1 രൂപയായിരിക്കുമ്പോഴത്തേക്കും
8 ചായ കഴിക്കുന്നു ഒരാഴ്ച ഒരു ദിവസമോ. രണ്ടാമത്തെ ആളോ 1 രൂപയായിരിക്കുമ്പോൾ തന്നെ 6 ചായ കഴിക്കുകയുള്ളൂ. ഇത് ഒന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും ചേരുന്ന. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് നമ്മൾ ഹൗസ് ഹോൾഡ് ഇവിടെ പറയുന്നില്ല. ഹൗസ് ഹോൾഡ് നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽസ് ചേർന്ന ഹൗസ് ഹോൾഡ് ഉണ്ടാകും, ഹൗസ് ഹോൾഡുകൾ ചേർന്ന മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, കൺസ്യൂമർ എയും കൺസ്യൂമർ ബിയും മാത്രം ഒരു സ്ഥലത്തുണ്ട് ഉള്ളൂ എന്ന് കരുതിക്കോ. ഇവരുടെ രണ്ടിൻ്റെയും ഡിമാൻഡ് ചേരുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ്. ഹൗസ് ഹോൾഡ് ഇവിടെ പറയുന്നില്ല കേട്ടോ ഈ ഒരു എക്സാമ്പിളിനകത്ത്. ചിലപ്പോൾ ഹൗസ് ഹോൾഡ് ആയിരിക്കാം. എന്തായാലും ഹൗസ് ഹോൾഡ് ഡിമാൻഡോ മാർക്കറ്റ് ഡിമാൻഡോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിയാൽ മതി. എങ്ങനെയാണ് കൂട്ടുന്നതാണ് പറയുന്നത്. പ്രൈസ് 1 ആയിരിക്കുമ്പോൾ ഒന്നാമത്തെ ആൾ 8 ചായ കഴിക്കുന്നു. പ്രൈസ് 1 തന്നെ ആയിരിക്കുമ്പം രണ്ടാമത്തെ ആൾ 6 ചായ കഴിക്കുന്നു. അങ്ങനെ 8ഉം പ്ലസ് 6ഉം കൂടെ ചേരുന്നതാണ് 8 + 6 കൂടെ ചേരുന്നതാണ് 1 രൂപയ്ക്ക് തന്നെ ഉള്ള മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഡിമാൻഡ്. എന്തുവാ മനസ്സിലായല്ലോ. ഒന്നാമത്തെ ആൾ 8 ചായ കഴിക്കുന്നു 1 രൂപയ്ക്ക്. രണ്ടാമത്തെ ആൾ 1 രൂപയ്ക്ക് തന്നെ 6 ചായ കഴിക്കുന്നു. ആ മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ 2 പേര് മാത്രമുള്ളൊരു സ്ഥലമാണെന്ന് കരുതിക്കും. അവിടുത്തെ മൊത്തം ഡിമാൻഡ് എത്രയാണ്? ടോട്ടൽ ഡിമാൻഡ് എത്രയാണ്? 8ഉം 6ഉം കൂടെ ചേരുന്ന 14. 1 രൂപയ്ക്ക് 14ആണ് ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽസോ ഹൗസ് ഹോൾഡുകളുടെ മുഴുവൻ ഡിമാൻഡിനെയും കൂട്ടുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞത്. സാധാരണഗതിയിൽ ഇൻഡിവിജ്വൽ ഡിമാൻഡുകൾ ചേർന്നിട്ട് ഹൗസ് ഹോൾഡ് ഡിമാൻഡും ഹൗസ് ഹോൾഡ് ഡിമാൻഡുകൾ എല്ലാം കൂടെ കൂട്ടി മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടാകുന്നു. ഇവിടെ നമ്മൾ ഹൗസ് ഹോൾഡുകൾ പറയുന്നത് എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? മാർക്കറ്റ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഒരേ പ്രൈസിലുള്ള ഹൗസ് ഹോൾഡ് ഡിമാൻഡുകളോ ഇൻഡിവിജ്വൽ ഡിമാൻഡുകളോ കൂട്ടിയാൽ മതി. അതുപോലെ 2 രൂപയ്ക്ക് ഇയാൾ 6 ചായ കഴിക്കുന്നു, 2 രൂപയ്ക്ക് രണ്ടാമത്തെ ആൾ 4 ചായയും കഴിക്കുന്നു. ടോട്ടൽ 10 ചായ കണ്ടോ. അപ്പോൾ 6ഉം 4ഉം 10. 4ഉം ഇവിടെ എത്രയാണ്? 4ഉം 2ഉം 6. അപ്പോൾ ഒരേ വിലയ്ക്ക് 2 കൺസ്യൂമറുടെ ഡിമാൻഡോടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഇവിടെ കിട്ടും എന്നുള്ളതാണ്. ഇവിടെ കിട്ടിയില്ലേ? അപ്പോൾ ഇത് ഇവിടെ അതിൻ്റെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. വിവിധ പ്രൈസുകളിലുള്ള ഡിമാൻഡ് ഇവിടെ വരച്ചിട്ടുണ്ട്. വില 1 ആയിരിക്കുമ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് 8ആണ്. പ്രൈസ് 1 ആയിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 8ആണ്. പ്രൈസ് 2 ആയിട്ട് കൂടുമ്പോഴത്തേക്കും ഡിമാൻഡ് എന്ന് പറയുന്നത് 6 ആയിട്ട്, പ്രൈസ് 3 ആകുമ്പോൾ ഡിമാൻഡ് 4 ആയിട്ട് വർദ്ധിക്കുന്നു. അതിൻ്റെ ഡിമാൻഡ് ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളിത് വരച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഡിമാൻഡ് കർവ് ഇവിടെ വരച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആളുടെ ഡിമാൻഡ് കർവ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴുള്ള മാർക്കറ്റ് ഡിമാൻഡ് കർവാണ് ഈ മൂന്നാമത് വരച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ആൾ നോക്കുക, 1 രൂപയ്ക്ക് 6 ചായ കഴിക്കുന്നു, 2 രൂപയ്ക്ക് 4, 3 രൂപയ്ക്ക് 2. അതേ പ്രൈസിന് ഒന്നാമത്തെ പ്രൈസിന് ആദ്യത്തെ ആൾ എത്രയായിരുന്നു? ഒന്നാമത്തെ 1 രൂപയ്ക്ക് 8ഉം രണ്ടാമത്തെ ആൾ 1 രൂപയ്ക്ക് 6ഉം ആയിരുന്നു. അങ്ങനെ 8ഉം 6ഉം 14ആണ് ഇവിടെ വരിക. 14ആണ് 1 രൂപയ്ക്ക് മാർക്കറ്റ് ഡിമാൻഡ് വരിക. ഇത് രണ്ടും കൂടെ കൂട്ടും, 8ഉം 6ഉം കൂടെ സെയിം പ്രൈസ്. ഇനി വില പ്രൈസ് 2 ആയിരിക്കുമ്പോഴത്തേക്കോ ആദ്യത്തെ ആൾ എത്രയാണ്? ഓക്കെ, ആദ്യത്തെ ആൾ 6ഉം രണ്ടാമത്തെ ആൾ 4, 6, 4, 10. 2 രൂപയ്ക്ക് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 10. അങ്ങനെ ഇത് കൂട്ടി എഴുതുക ചെയ്യുന്നത്. ഈ കൺസ്യൂമർ എയുടെയും കൺസ്യൂമറിൻ്റെ ബിയുടെയും ഡിമാൻഡ് കൂട്ടുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഹൗസ് ഹോൾഡ് ഇവിടെ പറയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ 2 ഹൗസ് ഹോൾഡിൻ്റെ ഡിമാൻഡ് കൂട്ടുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ അത് ഇവിടെ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. QD = 10 - 2p, QD = 8 - 2p എന്നുള്ള എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങളോട് ചോദിക്കുന്ന കാര്യം ഇതായിരിക്കും. ഇങ്ങനെ 2 ഡിമാൻഡ് ഫംഗ്ഷൻ തരും, എന്നിട്ട് ഇതിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് എത്രയാണെന്നും പറഞ്ഞ് ചോദിക്കും കേട്ടോ. ഇങ്ങനെ ഒന്നാമത്തെ ആളുടെ ഡിമാൻഡ് ഫംഗ്ഷൻ ഇത്, രണ്ടാമത്തെ ആളുടെ ഡിമാൻഡ് ഫംഗ്ഷൻ ഇത്. അങ്ങനെയാണ് മാർക്കറ്റിലെ ഡിമാൻഡ് ഫംഗ്ഷൻ എത്രയായിരിക്കും എന്നും പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. 10ഉം 8ഉം 18. QD = 18 - 2p
2b, 2 2 4b, 4b. മനസ്സിലായോ? 10ഉം ഈ 10ഉം ഈ 8 കൂട്ടിക്കഴിഞ്ഞ് നമുക്ക് 18 കിട്ടും. 18 മൈനസ് ഇത് -2p -2p, 2 2 4b. മനസ്സിലായി? അപ്പോൾ QD = 18 - 4p എന്നുള്ള. അപ്പോൾ രണ്ട് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവുകൾ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് തന്നിട്ട് മാർക്കറ്റ് ഡിമാൻഡ് കർവ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് എഴുതിയാൽ മാത്രം മതി. അതാണ് ആഡിങ് അപ്പ് ഓഫ് 2 ഡിമാൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അത് തന്നെ ഇവിടെ പറയുന്ന കാര്യം. നമുക്ക് 10 - 2p എന്നുള്ളത് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അതിൻ്റെ ലോജിക്ക് അറിയാമല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഇങ്ങനെയൊരു ഡിമാൻഡ് കർവ് തന്നിരിക്കുകയാണ്. 10 - 2p എന്നുള്ള ഡിമാൻഡ് ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുകയാണ്. 10 - 2p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണുന്നത് എങ്ങനെയാണ്? a - b. a എന്ന് പറഞ്ഞാൽ 10, b എന്ന് പറഞ്ഞാൽ -2. അപ്പോൾ 10 - 2 എന്നുള്ളത് 5 ആയിരിക്കും ഇവിടെ കിട്ടുക. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണുമ്പോൾ ഇവിടെ 5 കിട്ടും. ഇവിടെ എത്രയായിരിക്കും? ഇവിടുത്തെ 10 തന്നെയായിരിക്കും ഇവിടുത്തെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ. നേരിട്ടുള്ള വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആയിരിക്കും ഡയഗ്രാം വരയ്ക്കുമ്പോഴുള്ള ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് 5 നിന്ന് 10ലേക്കുള്ള ഒരു ഡയഗ്രാം നമുക്കിവിടെ കിട്ടി. ഓക്കെ. അപ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് എന്ന് പറയുന്നത് 5 ഇൻ ബിറ്റ്വീൻ 5ഉം 0 ആയിരിക്കും എന്നർത്ഥം. പ്രൈസ് ഏറ്റവും കുറഞ്ഞ് 0 വരെ ആവാം, ഏറ്റവും കൂടിക്കഴിഞ്ഞാൽ 5 വരെ എത്തും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതുണ്ടോ? പ്രൈസ് എന്ന് പറയുന്നത് 5 10. പ്രൈസ് എന്ന് പറഞ്ഞത് 0യേക്കാളും കൂടുതലായിരിക്കും, പക്ഷെ 5ന് തുല്യം 5നേക്കാൾ താഴെ ആയിരിക്കുക എന്നുള്ള ഇത് അർത്ഥമാക്കുന്നത് ഈ സെക്ഷൻ. QD = 0. ഡിമാൻഡ് 0 ആയിരിക്കും എപ്പോഴാ? പ്രൈസ് ഗ്രേറ്റർ ദാൻ 5 ആണ്. പ്രൈസ് 5 കൂടുതലായി കഴിഞ്ഞാൽ, ഇത് ഈ 5 പറയുന്നുണ്ടല്ലോ, പ്രൈസ് അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഡിമാൻഡ് 0 ആയിരിക്കും എന്നുള്ളതാണ് ഇത് പറയുന്നത്. അത്രേ ഉള്ളൂ കാര്യം. അത് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ അതൊക്കെ അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള കാര്യമാണ്. ഒന്നുമില്ല, സിമ്പിളായ കാര്യമാണെന്ന് മനസ്സിലായല്ലോ ഇപ്പം. ഇനി ഒന്നാമത്തെ ഡിമാൻഡ് ഫംഗ്ഷനാണ് അത് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ QD2 എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്നത്. ഇത് രണ്ടുകൂടെ ഫൈൻഡ് ദ മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിരിക്കുക. QD1 = 10 - 2p വേർ പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആൻഡ് QD = 0 ഇഫ് പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ 5 എന്നുള്ളത് തന്നിരിക്കുക. എന്നിട്ട് ഫൈൻഡ് ദ മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ. അപ്പോൾ എന്ത് ചെയ്തു? QD1ഉം QD2 കൂട്ടി. ഏതാ? 10 - 2p എന്നുള്ളത് കൂട്ടി. എത്രയാ? വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എന്ത് ചെയ്തു? 20ഉം 10 കൂട്ടിക്കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി? 30 കിട്ടി. മൈനസ് 2pയും 1p ചേർന്നാലോ? 2 1 3p. അതാണ് ഈ തന്നിരിക്കുന്നത്. QDM എന്നോ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞത് എത്രയാ? ഓക്കെ. 30 - 3p എന്നുള്ള 30 - 3p. അപ്പം നമ്മൾ ഡയഗ്രാം നമ്മുടെ മനസ്സിൽ വേണം, അല്ലെങ്കിൽ ഒന്ന് വരച്ച് നോക്കാം. 30 എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റാണ് ഇവിടെ. അതിൻ്റെ എന്താ പറയുക, യഥാർത്ഥത്തിലുള്ള വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ എന്ത് ചെയ്യണം? 30 / 3. 30 / 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 10 വരും അല്ലേ? 10 3 30. ഓക്കെ. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റോ 30 തന്നെ വരും. ഇങ്ങനെ ഒരു ഡയഗ്രാം ആയിരിക്കും വരിക. അപ്പോൾ എന്താണ്? അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10നും 0നും ഇടയ്ക്കായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. പ്രൈസ് ഈസ് ഈക്വൽ ടു 0 ഇഫ് പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ 10. ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 0. പ്രൈസ് 10 കൂടുതലാണെങ്കിൽ ഡിമാൻഡ് 0 ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇനി അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 30 - 3p എഴുതിയാലും മാർക്കൊക്കെ കിട്ടും. ആശയം പിടികിട്ടില്ല. വളരെ സിമ്പിളായ കാര്യം കേട്ടോ. വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിയാണ്. ടെക്സ്റ്റിനകത്തുള്ള പ്രോബ്ലം 7ഉം 8ഉം ആണ് തന്നിട്ടുള്ളത്. ടെക്സ്റ്റിലുള്ള കാര്യമാണ്. നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നോട്ടൊക്കെ കൃത്യമായിട്ട് എഴുതിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ, ആക്ടിവിറ്റികൾ കൃത്യമായിട്ട് എഴുതിക്കണം. ഈ സെഷൻ നമ്മൾ ഉടനെ തന്നെ തീർക്കും. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ സെഷൻ മീൻസ് ഈ ചാപ്റ്റർ തീർക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വർക്കുകൾ ചെയ്യുക, എനിക്ക് അയച്ചു തരിക. നമ്മൾ പെട്ടെന്നെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വർക്കുകൾ എനിക്ക് എത്തിച്ചേരുന്നത് വളരെ കുറവാണ് ഇപ്പം. ആക്ടിവിറ്റികളൊക്കെ നിങ്ങളുടെ പുറകെ നടന്ന് സബ്മിറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയില്ല. ആവശ്യമുണ്ടെങ്കിൽ പഠിച്ചുകൊള്ളുക, അതേ ഇപ്പം നടക്കുകയുള്ളൂ.
പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഉഴപ്പിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്, വേറെ ആർക്കും അല്ല, നിങ്ങൾക്ക് മാത്രം കേട്ടോ. വലിയ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ എത്രയോ സമയം കിട്ടിയിട്ടൂടെ നിങ്ങൾ ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും ആവില്ല. ഓക്കെ, താങ്ക് യു.